ഹലോ കൂട്ടുകാരെ, ഇന്ന് രാത്രി നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഒരു പ്രഹരം കൊണ്ടല്ല, മറിച്ച് ഒരു ബൈറ്റ് കൊണ്ടാണ്. മൃദുവായ, മധുരമുള്ള, സ്വർണ്ണ നിറമുള്ള ഒരു ആപ്രിക്കോട്ട് ബൈറ്റ്. നമ്മുടെ കഥ ആരംഭിക്കുന്നത് 820 CE വർഷത്തിൽ സെൻട്രൽ ഏഷ്യയുടെ ഹൃദയഭാഗത്ത് സെരാഫ്ഷാൻ മലനിരകൾക്കിടയിലെ ഒരു പച്ചപ്പുള്ള താഴ്വരയിലാണ്. ഇന്ന് ഈ സ്ഥലത്തിന് സമർക്കന്ത് എന്നാണ് പേര്. ഇത് ആധുനിക ഉസ്ബെക്കിസ്ഥാനിലാണ്. എന്നാൽ അന്നത് സിൽക്ക് റോഡിലെ ഒരു തിളങ്ങുന്ന രത്നമായിരുന്നു. അവിടുത്തെ ടർക്ക്വൈസ് സ്റ്റൈൽഡ് മോസ്ക്സിനും ഒട്ടകങ്ങൾ നിറഞ്ഞ മാർക്കറ്റുകൾക്കും മാത്രമല്ല, അവിടുത്തെ പഴങ്ങൾ വരെ പ്രസിദ്ധമായിരുന്നു. അതെ, പഴങ്ങൾ. നിങ്ങൾ സിൽക്ക് റോഡിനെ സിൽക്ക്, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഒരുപക്ഷേ അപൂർവമായ മംഗോൾ അധിനിവേശം എന്നിവയുടെ ഒരു ഹൈവേ ആയി സങ്കൽപ്പിച്ചേക്കാം. പക്ഷേ ആ വലിയ കഥകൾക്കിടയിൽ കുറച്ച് മൃദുലമായ, മധുരമേറിയ ഒന്നുണ്ട്: സാമ്രാജ്യങ്ങളെ ഒരിക്കൽ പോഷിപ്പിച്ച മറക്കപ്പെട്ട പഴങ്ങൾ. ഇന്ന് രാത്രി നമ്മൾ അവയെ പിന്തുടരും. നിങ്ങൾ കംഫർട്ടബിൾ ആകുന്നതിന് മുമ്പ് ഒരു നിമിഷമെടുത്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യൂ. പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം. ഒപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ലൊക്കേഷനും ലോക്കൽ ടൈമും കോമൻസിലിടൂ. ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നാണ് നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതെന്ന് എനിക്കറിയാനിഷ്ടമാണ്. ഇപ്പോൾ ലൈറ്റ് സിം ചെയ്യൂ. ഒരു പക്ഷേ ആ മൃദുവായ ബാക്ക്ഗ്രൗണ്ട് ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യൂ. എന്നിട്ട് നമുക്ക് ഇന്നത്തെ യാത്രയിലേക്ക് ഒരുമിച്ച് കിടക്കാം. നമ്മളിപ്പോൾ നഗരത്തിൻ്റെ മതിലുകൾക്ക് പുറത്തുള്ള ഒരു ആപ്രിക്കോട്ട് തോട്ടത്തിലേക്ക് നടക്കുന്നു. മരങ്ങൾ അവയുടെ പഴങ്ങളുടെ ഭാരത്താൽ വളയുന്നു. കത്തിയ തേനിൻ്റെ നിറത്തിലുള്ള തടിച്ച പുള്ളികളുള്ള ആപ്രിക്കോട്ടുകൾ. ഒരു തെന്നൽ അവയുടെ ഗന്ധം കൊണ്ടുവരുന്നു. കട്ടിയുള്ളതും പൂക്കളുടെ സുഗന്ധമുള്ളതും മധുരവും അല്പം പുളിപ്പുമുള്ള ഒരു സുഗന്ധർവം പോലെ. അത് സൂക്ഷ്മമായിരിക്കണമെന്ന് മറന്നുപോയ ഒരു സുഗന്ധർവം പോലെ. സമർക്കന്ദിലെ അത്തിപ്പഴങ്ങൾ ഒരിക്കൽ ലോകത്തിലെ ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെട്ടിരുന്നു. പ്രാദേശിക കർഷകർ അവരുടെ ഗ്രാഫ്റ്റിംഗ് രീതികളെക്കുറിച്ച് സത്യം ചെയ്തു. പഴയ റൂട്ട് സ്റ്റോക്കുകളും പുതിയ ടെൻഡർ ഷൂട്ടുകളും ശ്രദ്ധയോടെ ജോഡിച്ചേർക്കുന്ന രീതി താരാട്ടുപാട്ടുകൾ പോലെ കൈമാറ്റം ചെയ്യപ്പെട്ടു. വ്യാപാരികൾ ഉണക്കിയ പഴങ്ങളെ സിൽക്ക് കൊണ്ട് അടിയിൽ വിരിച്ച ലാക്വേഡ് പെട്ടികളിൽ പാക്ക് ചെയ്യും. മാസങ്ങൾ നീണ്ടുനിൽക്കുന്ന യാത്രകളിൽ അവയുടെ ഡെലിക്കേറ്റ് തൊലികളെ സംരക്ഷിക്കാൻ ചരിത്രകാരന്മാർ സമ്മതിക്കുന്നു. സമർക്കന്ദിൻ്റെ ആപ്രിക്കോട്ടുകൾ ഒരു തരം സോഫ്റ്റ് കറൻസിയായി മാറിയെന്ന്. അവ പേപ്പർ, പോർസിലിൻ എന്നിവയ്ക്ക് പകരമായും ചിലപ്പോൾ രഹസ്യങ്ങൾക്ക് വേണ്ടിയും കൈമാറ്റം ചെയ്യപ്പെട്ടു. ചൈനീസ് താങ് കോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥൻ എല്ലാ വസന്തകാലത്തും ട്രിബ്യൂട്ടായി സമർക്കന്ദിൽ നിന്നുള്ള ആപ്രിക്കോട്ടുകൾ പെട്ടി സ്വീകരിച്ചിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ചിലർ പറയുന്നത് അത് അതിർത്തി സമാധാനപരമായി നിലനിർത്താൻ കൊടുത്ത ഒരു ബ്രൈബായിരുന്നു എന്നാണ്. ഞാനൊന്നിൽ കടിക്കുമ്പോൾ ജ്യൂസ് എൻ്റെ തള്ളവിരലിലൂടെ ഒഴുകുന്നു. ഈ പഴങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും വിലപ്പെട്ടതായതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ആദ്യം മധുരം, പിന്നെ മെല്ലെ മെല്ലെ പുളിപ്പിൻ്റെ വികസനം. അത് നിങ്ങളെ കണ്ണുചിമ്മൻ നിർബന്ധിതനാക്കുന്നു. ഇത് വെറും ഭക്ഷണമല്ല, ഇത് ഭൂമിശാസ്ത്രവും നയതന്ത്രവും സസ്യശാസ്ത്രവുമെല്ലാം നിങ്ങളുടെ അണപ്പല്ലിൽ കുരുങ്ങിയിരിക്കുകയാണ്. ആധുനിക കൃഷി ആപ്രിക്കോട്ടിൽ നിന്ന് കാട്ടുതനം നീക്കം ചെയ്തിരിക്കാം. അവയെ കൂടുതൽ വൃത്താകൃതിയിലും ചുവന്ന നിറത്തിലും കൂടുതൽ ഫോട്ടോജനികമാക്കിയേക്കാം. പക്ഷേ ഈ പഴയ ഇനങ്ങളോ? അവയ്ക്ക് മൂടുകളുണ്ടായിരുന്നു. ചിലത് വാശിയുള്ള പുളിപ്പുള്ള ചെറിയ മുഷ്ടികളായിരുന്നു. മറ്റു ചിലത് അത്ര മൃദുവായിരുന്നു അവ നിങ്ങളുടെ ഉള്ളംകൈയിൽ കീറിപ്പോയേനെ. അവയുടെ വിത്തുകൾ, പഴത്തിൻ്റെ കയ്പുള്ള ഹൃദയം, പലപ്പോഴും ഒരു തരം ബാദാം പേസ്റ്റാക്കി മാറ്റുമായിരുന്നു. ഇത് സോസ് മുതൽ പ്രാഥമിക ഫേസ് ക്രീം വരെ എല്ലാത്തിലും ഉപയോഗിച്ചിരുന്നു. സിൽക്ക് റോഡിൽ ആദ്യകാല സൺസ്ക്രീനിൻ്റെ ഭാഗമായിരുന്നു ആപ്രിക്കോട്ട് കേണൽസ് എന്നൊരു ഫ്രിഞ്ച് തിയറി പോലുമുണ്ട്. പക്ഷേ ഇത് ബ്രില്യൻ്റ് ആണോ അതോ വെറും വിഷ്ഫുൾ തിങ്കിങ് ആണോ എന്നതേക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും ഡിബേറ്റ് ചെയ്യുന്നു. ഒരു നിമിഷം കൽപ്പിച്ചു നോക്കൂ. നഗര കവാടങ്ങളിലേക്ക് ഒരു വ്യാപാരി കാരവാൻ കരയുന്നു. വായുവിൽ ഒട്ടകവിയർപ്പും കാർഡമവും മണക്കുന്നു. കാവൽക്കാർ ആയുധങ്ങൾക്കായി പരിശോധിക്കുന്നു. എന്നിട്ടൊരാൾ സാധാരണമായി ചോദിക്കുന്നു, ആപ്രിക്കോട്ട് എന്തെങ്കിലുമുണ്ടോ? അത്രയ്ക്ക് വിലപ്പെട്ടതായിരുന്നു അവ. ഇതും കൂടി അറിയൂ, സമർക്കന്ദിൽ വസന്തകാല ചടങ്ങുണ്ടായിരുന്നു. അവിടെ ആപ്രിക്കോട്ട് പൂക്കൾ വിളവ് എത്രയാകുമെന്ന് പ്രവചിക്കാൻ ഉപയോഗിച്ചിരുന്നു.
വായുവിൽ ഇതളുകൾ ഘടികാരദിശയിൽ വീണാൽ അത് സമ്പത്ത് സൂചിപ്പിക്കുന്നു. അവ കിഴക്കോട്ട് പറന്നാൽ പ്രധാനപ്പെട്ട ആരെങ്കിലും മരിക്കുമെന്നർത്ഥം. അന്ധവിശ്വാസം? തീർച്ചയായും. എന്നാൽ ഒരു വർഷത്തെ വരുമാനം ഒരു മരത്തിൽ കിടക്കുമ്പോൾ വായു പോലും പ്രോഫറ്റിക്കായി തോന്നും. ഇപ്പോൾ നിങ്ങൾ അതേ മരത്തിന് താഴെ കിടക്കുന്നതായി ഇമാജിൻ ചെയ്യൂ. സൂര്യൻ ചൂടാണ്, ഭൂമി നിശബ്ദമാണ്. ആരോ പഴങ്ങളെക്കുറിച്ചൊരു ഫോക്ക് സോങ് മൂളുന്നുണ്ട്. അത് പ്രണയത്തെക്കുറിച്ചാണ്. തീർച്ചയായും അങ്ങനെ എപ്പോഴുമല്ല തന്നെയല്ലേ? ഒരു പഴയ പേർഷ്യൻ മാനുസ്ക്രിപ്റ്റിൻ്റെ അരികളിൽ ഞാനൊരിക്കൽ ധൃതിയിലെഴുതിയൊരു സ്ലീപ്പി ലൈൻ വായിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് ആപ്രിക്കോട്ട്, സന്ധ്യയ്ക്ക് മുമ്പ് ഫിഗ്, സീസണിലില്ലാത്ത മെലനെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇതാരാണെഴുതിയതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഒരുപക്ഷെ പഴങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഷൂസിൽ മണൽ നിറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ക്ഷീണിതനായൊരു ട്രേഡറായിരിക്കാം. കാണൂ, സിൽക്ക് റോഡ് വെറും വ്യാപാരത്തെക്കുറിച്ചല്ലായിരുന്നു, അത് രുചിയെക്കുറിച്ചായിരുന്നു. പലപ്പോഴും പലരും സാധനങ്ങൾ മാത്രമല്ല നീക്കിയത്, അവർ ആഗ്രഹങ്ങളെയും നീക്കി. കോൺസ്റ്റാന്റിനോപ്പിളിലെ ആരെങ്കിലും സമർക്കന്ദിൻ്റെ ആപ്രിക്കോട്ടിൻ്റെ രുചി അറിഞ്ഞാൽ അവർക്ക് കൂടുതൽ വേണമെന്നായി. അതായത് കൂടുതൽ കാരവാനുകൾ, കൂടുതൽ കർഷകർ, കൂടുതൽ ഓർച്ചഡുകളും. ദുർദൃഷ്ടവശാൽ സാമ്രാജ്യങ്ങൾക്ക് ഇറിഗേഷനെക്കുറിച്ച് തർക്കിക്കാൻ കൂടുതൽ വഴികളുമായി മാറി. ഓർച്ചഡ് സ്പൈകൾ വരെയുണ്ടായിരുന്നു. ഞാൻ തമാശ പറയുന്നില്ല. ചില ചൈനീസ് യാത്രികർ വിലപ്പെട്ട പഴമരങ്ങളുടെ കട്ടിങ്സ് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സന്യാസികൾ പോലെ അഭിനയിച്ചുന്നുണ്ട്. അവർ വിജയിച്ചോ അതോ ആപ്രിക്കോട്ട് മരങ്ങൾക്ക് കീഴിൽ പ്രാർത്ഥിക്കുന്നതുപോലെ അഭിനയിക്കുന്നതിൽ വളരെ നിപുണരായോ എന്നത് ഇപ്പോഴും ഡിബേറ്റ് ചെയ്യപ്പെടുന്നു. രാത്രി ആഴത്തിലാകുമ്പോൾ നമ്മൾ ഓർച്ചഡ് വിട്ടു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരവസാന ചിത്രം. ഉണങ്ങിയ ആപ്രിക്കോട്ടുകളുടെ റാക്കിന് കീഴിൽ ഉറങ്ങുന്ന ഒരു കുട്ടി വായു മധുരത്താൽ നിറയുന്നതായി കാണാം. അത് ശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അതാണ് എൻ്റെ സുഹൃത്തുക്കളെ പുരാതന സമൃദ്ധിയുടെ ഗന്ധം. നമ്മളിപ്പോൾ മരുഭൂമിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഏതെങ്കിലും മരുഭൂമിയല്ല, ടെക്ലാമാക്കനാണ്. പരിചയസമ്പന്നരായ സഞ്ചാരികൾ പോലും നിങ്ങൾ അകത്തേക്കു പോകുന്ന സ്ഥലം, പക്ഷേ നിങ്ങൾ പുറത്തുവരാത്ത സ്ഥലം എന്ന് വിളിപ്പേറുള്ള ഒന്ന്. മനോഹരമല്ലേ? സൂര്യൻ മണൽക്കൂനകളെ വിളറിയ സ്വർണ്ണനിറത്തിലുള്ള നീണ്ട തിരമാലകൾ പോലെയാകുന്നു. കാറ്റ് മറന്നുപോയ കവിത എഴുതാൻ ശ്രമിക്കുന്നതുപോലെ മണലിൽ അലകൾ കൊത്തിയിടുന്നു. നമ്മളുടെ കാരവാൻ മുന്നോട്ട് നീങ്ങുന്നു. ഒട്ടകങ്ങൾ മൃദുവായി ശബ്ദമുണ്ടാക്കുന്നു. അവയുടെ കുളമ്പുകൾ താഴുകയും ഉയരുകയും ചെയ്യുന്നു. ഏറ്റവും ആകുലമായ മനസ്സിനെയും ഉറക്കത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഹിപ്നോട്ടിക് റിതം. സാഡലിൽ കെട്ടിയിട്ടുള്ള പഴക്കമുള്ള തോൽ പൗച്ചുകളിൽ ഉണങ്ങിയ മട്ടനും കുറച്ച് വിലപ്പെട്ട സിൽക്കിൻ്റെ പറ്റുനൂലിനുമിടയിൽ ഉണങ്ങിയ രക്തം പോലെ ചുവന്ന ചുളിവുകളുള്ള ചെറിയ എന്തോ ഒന്നുണ്ട്. ജുജുബുകൾ. അതെ, ജുജുബുകൾ. വെറും പറയാൻ രസമുള്ളൊരു വാക്കല്ല, അവ അതിജീവന ഭക്ഷണമായിരുന്നു. നിങ്ങൾ അവയെ ചുവന്ന ഈത്തപ്പഴം എന്ന് അറിയുന്നുണ്ടാകാം. എന്നാൽ അവ യഥാർത്ഥത്തിൽ ഈത്തപ്പഴമല്ല. ഈ ചവയ്ക്കാവുന്ന ചെറിയ പഴങ്ങൾ വരണ്ട മേഖലകളിൽ വളരുന്ന ശക്തമായ മരത്തിൽ നിന്നാണ് വരുന്നത്. മരുഭൂമിയിൽ അതൊരത്ഭുതം പോലെയാണ്. ഓരോ രാത്രിയും ഇവിടെ കുറച്ചുകൂടി അടുത്തു വരുന്നത് പോലെ തോന്നുന്ന നക്ഷത്രങ്ങളുടെ കുടക്കീഴിൽ നാം നിർത്തുമ്പോൾ ജുജുബുകൾ പുറത്തെടുക്കും. അവ പഞ്ചസാരയും ഇരുമ്പും കൊണ്ട് നിറഞ്ഞതാണ്. സൂര്യോദയത്തിനു മുമ്പ് നമ്മൾ ബോധം കെടാതിരിക്കാൻ സഹായിക്കുന്ന ചെറിയ ഊർജ ബാങ്കുകൾ. ഞാനൊന്ന് പതുക്കെ ചവയ്ക്കുന്നു. അത് വലുതാകുമ്പോൾ ക്യാൻഡിയാകാൻ തീരുമാനിച്ച ഒരു അത്തിപ്പഴവും ആപ്പിളും കൂടി ചേർന്ന് രുചി പോലെ തോന്നുന്നു. ചൈനീസ് മെഡിക്കൽ ടെക്സ്റ്റുകളിൽ നിന്നുള്ള ചരിത്രരേഖകൾ ജുജുബുകളെ ചൂടുള്ള, ശാന്തമാക്കുന്ന, പുനഃസ്ഥാപിക്കുന്ന എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സിൽക്ക് റോഡ് റെഡ് ബുൾ. ഒരു രേഖയിൽ ഇവയെ വൂൾഫ് ബെറീസിനോടൊപ്പം വെന്തൊഴിച്ചാൽ സ്പ്ലീനിനെ ശാന്തമാക്കുകയും വിഷാദം ശരിയാക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. ജുജുബുകളെ മണികൾ പോലെ കോർത്ത് ഉണങ്ങാനായി ടെന്റുകൾക്ക് മുകളിൽ തൂക്കിയിടാറുണ്ടായിരുന്നു. കാറ്റവയിലൂടെ വീശുമ്പോൾ അവ മൃദുവായ മരത്തിൻ്റെ ചിമേ ശബ്ദമുണ്ടാക്കും, ഉറങ്ങുന്ന പഴത്തിൻ്റെ കളരി പോലെ. ഇപ്പോൾ ഇതാണ് രസകരമായ കാര്യം. ചില ചരിത്രകാരന്മാർ വാദിക്കുന്നത് ജുജുബുകൾ പടിഞ്ഞാറോട്ട് യാത്ര ചെയ്ത ബുദ്ധസന്യാസികൾക്കിടയിൽ, പ്രത്യേകിച്ച് നയതന്ത്രത്തിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാകാമെന്നാണ്.
ഈ പഴം ദയയുമായും തമ്മിൽ പങ്കിടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു കൈനിറയെ നൽകുന്നത് നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നു, കൂടാതെ നിങ്ങൾക്കൊരു സ്നാക്ക് വേണോ എന്നു പറയാനുള്ള ഒരു ശാന്തമായ മാർഗമായിരുന്നു. തീർച്ചയായും എല്ലാവരും അവയെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ടാങ് രാജവംശത്തിലെ ഒരു മൂർഖൻ കവി ജുജൂബുകളെ പൊടിപിടിച്ച ഭൂതങ്ങളുടെ പല്ലുകൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ചവച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു കവിതാത്മകമായ രീതിയാണ്. എന്നിട്ടും അവ വിശ്വസനീയമായിരുന്നു. പരിപാലനം ആവശ്യമുള്ള അത്തിപ്പഴങ്ങളെപ്പോലെയല്ല, അല്ലെങ്കിൽ കാലാവസ്ഥ മാറുമ്പോൾ മുഷിഞ്ഞിരിക്കുന്ന ആപ്രിക്കോട്ടുകളെപ്പോലെയല്ല. ജുജൂബ് മരങ്ങൾക്ക് എന്തും കൈകാര്യം ചെയ്യാൻ കഴിയും. അവ എസൻഷ്യലി മരുഭൂമിയിലെ അതിയായി നേടുന്നവരാണ്. എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് തണൽ വേണ്ട, ഞാൻ എന്തായാലും കായ്ക്കും എന്ന പോലെ. ഇപ്പോൾ ഇത് ഇമാജിൻ ചെയ്യൂ. ഇത് 9-ാം നൂറ്റാണ്ടിലെ ഒരു കാലമാണ്. നമ്മൾ ഒരു ചെറിയ ഒയാസിസിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്നു. അത് ഒയാസിസ് എന്ന പേരിന് പോലും അർഹമല്ല. ജസ്റ്റ് ചെളിയുള്ള അർദ്ധചന്ദ്രാകൃതിയിലുള്ള വെള്ളം, സംശയാസ്പദമായ ഉണങ്ങിയ ചെടികൾ ചുറ്റും. ഓർഹാൻ എന്നു പേരുള്ള ഒരു വ്യാപാരി, അവന് 2 വിരലുകളില്ല, ചോദിക്കണ്ട. അവൻ്റെ മുത്തശ്ശൻ ഒരിക്കൽ ജുജുബുകളും ഒട്ടകത്തിൻ്റെ പാലും മാത്രം കൊണ്ട് ഈ മരുഭൂമി കടന്നതിനെക്കുറിച്ച് ഒരു കഥ പറയുന്നു. 87 വയസ്സുവരെ ജീവിച്ചു എന്ന് അവൻ അഭിമാനിക്കുന്നു. ഒരിക്കലും നികുതികളും അടച്ചിട്ടില്ല. സത്യമാണോ? പക്ഷേ മനോഹരമല്ലേ? ഇവിടെയാണ് കാര്യങ്ങൾ വിചിത്രമാകുന്നത്. പടിഞ്ഞാറൻ ചൈനയിലെ സിൽക്ക് റോഡിന് സമീപമുള്ള 10-ാം നൂറ്റാണ്ടിലെ ഒരു ശവസംസ്കാര സ്ഥലത്ത് പുരാവസ്തു ഗവേഷകർ ഉണങ്ങിയ ജുജുബുകൾ നിറച്ച ഒരു ചെറിയ തോൽ സഞ്ചി മൃതദേഹത്തിനോടൊപ്പം കുഴിച്ചിട്ടതായി കണ്ടെത്തി. എന്തിന്? ചിലർ വിചാരിക്കുന്നത് അത് പരലോകത്തേക്കുള്ള ഭക്ഷണക്കാണിക്കയായിരിക്കാമെന്നാണ്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഇത് ഒരുതരം പാസ്പോർട്ടായിരുന്നു, അടുത്ത ലോകത്തിൻ്റെ കവാടം കാത്തിരിക്കുന്നവന് നൽകുന്ന ഒരു ഫലവർത്തിയ കൈക്കൂലി. വിദഗ്ധർ ഇതിനെക്കുറിച്ച് ഇപ്പോഴും ആലോചിച്ച് തലപുകയ്ക്കുന്നു. യുയ്ഗൂർ ചുരുളിൽ നിന്ന് ഒരു റെസിപ്പിയും കൂടിയുണ്ട്. അതിൽ ജുജൂബുകളെ ആട്ടിനിറച്ച് കൊഴുപ്പും അരച്ച ബാർലിയും ചേർത്ത് റോസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നു. ഫലമെന്നുള്ളത് അത്ര മോശമല്ല എന്നാണ് പുരാതന മരുഭൂമി ഭക്ഷണത്തിന് ലഭിച്ച ഏറ്റവും വലിയ പ്രശംസ. കാറ്റ് ശക്തമാകുമ്പോൾ മണൽ നമ്മുടെ ടെന്റിന്റെ ക്യാൻവാസിനെതിരെ മന്ത്രിക്കുന്നു. ഒരൊട്ടകം അതിൻ്റേതായ ഉറക്കകഥ പറയുന്നത് പോലെ മൂഴുന്നു. നക്ഷത്രങ്ങളിന്ന് താഴ്ന്നു നിൽക്കുന്നത് പോലെ തോന്നുന്നു. ആകാശം തന്നെ ക്ഷീണിച്ചതാണെന്നുപോലെ. ഞാൻ അവസാനത്തെ ജുജൂബ് എൻ്റെ വായിൽ അലിയാൻ അനുവദിക്കുന്നു. അതെൻ്റെ അണിപ്പല്ലുകൾക്കിടയിൽ ഒരു പഞ്ചസാര രഹസ്യം പോലെ ഒട്ടിപ്പിടിക്കുന്നു. അത് ആകർഷകമോ വിലപിടിപ്പുള്ളതോ അല്ല. അത് യാത്രക്കാരെ ജീവനോടെ നിലനിർത്തി. അത് അവരുടെ സ്റ്റോറികൾ വഹിച്ചു. പക്ഷേ മറ്റൊരു മാർഗത്തിൽ പറഞ്ഞാൽ, ജസ്റ്റൊരു മാർഗത്തിൽ പറഞ്ഞാൽ, അത് അവർക്ക് മുന്നോട്ടു പോകാനുള്ള മധുരമായിരുന്നു. നാം സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പ് തന്നെ ഉണരുന്നു. മരുഭൂമി ഇപ്പോഴും മണലിനോട് തണുപ്പ് ശ്വസിക്കുന്നു. നമ്മുടെ കാരവാൻ പടിഞ്ഞാറോട്ട് ഡിറക്ഷൻ മാറ്റി പേർഷ്യയുടെ പച്ചപ്പുള്ള അതിർത്തികളെ തൊട്ടുകൊണ്ട് അവിടെ മറ്റൊരു തരം പഴം സെന്റർ സ്റ്റേജ് എടുക്കുന്നു. തുണിസഞ്ചികളിൽ ശബ്ദിക്കുന്ന ഉണക്ക ജൂജൂബ്സ് ഇനിയില്ല. അവയുടെ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഇലകളുടെ പട്ടുപോലുള്ള മൃദുവായ ശബ്ദത്തിനും പുഴുക്കളുടെ പതുക്കെയുള്ള ഉദ്ദേശ്യപൂർവമായ ശബ്ദത്തിനും ഇടയിലാണ്. അതെ, പുഴുക്കൾ. കൃത്യമായി പറഞ്ഞാൽ പട്ടുപുഴുക്കൾ. അവർ പ്രത്യേകമായി മൽബറി ഇലകൾ മാത്രം കഴിക്കുന്നു. കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ പേർഷ്യൻ മൽബറീസ്. ഇന്ന് രാത്രി നമ്മൾ ഈ പഴങ്ങൾ സിൽക്ക് റോഡിനെ പോറ്റുകയെന്നു മാത്രമല്ല, അത് അക്ഷരാർത്ഥത്തിൽ രൂപപ്പെടുത്തിയെന്നതും മനസ്സിലാക്കാൻ പോകുന്നു. ജസ്റ്റ് ഇമാജിൻ ചെയ്തു നോക്കൂ. 10-ാം നൂറ്റാണ്ടിലെ പേർഷ്യ, ഇന്നത്തെ ഇറാൻ. നമ്മൾ വിശാലമായ ഗാർഡൻ എസ്റ്റേറ്റിന്റെ അരികിൽ നിൽക്കുകയാണ്. പണ്ഡിതന്മാർ, വ്യാപാരികൾ, അല്ലെങ്കിൽ ഒരുപക്ഷേ സിൽക്ക് അവരുടെ രക്തത്തിലൊഴുകുന്ന ഒരു പ്രഭുകുടുംബം ഉടമസ്ഥതയുള്ള ഗാർഡൻ. കല്ലുപാകിയ പാതകൾക്ക് ഇരുവശത്തും മൽബറി മരങ്ങൾ നിരന്നിരിക്കുന്നു.
ഉയരമുള്ളതും സൗമ്യമായി താഴേക്ക് ചായ്വുള്ളതുമായ അവയുടെ പഴങ്ങൾ നിശാവർണ്ണത്തിലും മുറിവുപോലെയുള്ള പർപ്പിൾ നിറത്തിലും കല്ലുപാകിയ നിലത്തേക്ക് പതിച്ചിരിക്കുന്നു. നിങ്ങളൊരു ചുവട് വയ്ക്കുകയും എന്തോ രുചികരമായത് ചവിട്ടിത്തേക്കുകയും ചെയ്യുന്നു. കൃഷിപരമായ ലക്ഷറിയിലേക്ക് സ്വാഗതം. പേർഷ്യൻ മൽബറികൾ വെറുതെ കഴിക്കുക മാത്രമല്ല, അവയെ ആരാധിച്ചിരുന്നു. നീരസമുള്ള കറുത്ത പുളിപ്പുള്ള പഴം അതിൻ്റെ ചൈനീസ് കസിനേക്കാൾ വലുതും കൂടുതൽ തീവ്രമായതുമായ പേർഷ്യൻ മൽബറി കൊമ്പിൽ നിന്ന് നേരിട്ട് ജാം പോലെയായിരുന്നു. നാട്ടുകാർ അവയെ ഉണക്കുകയോ സിറപ്പാക്കി അരച്ചെടുക്കുകയോ ചെയ്യുമായിരുന്നു. ഒരു തണുത്ത റോസ് വാട്ടറിൽ മുക്കിവെക്കുകയും ചെയ്യുമായിരുന്നു. ഒരു യാത്രികന്റെ ഡയറിയിൽ അദ്ദേഹം കരിമുൽബറികളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നും കൊണ്ടുവന്ന മഞ്ഞുപയോഗിച്ചുണ്ടാക്കിയ ഒരു തണുത്ത പാനീയത്തെക്കുറിച്ച് എഴുതുന്നു. രാജസദസ്സിലെ പ്രശസ്തി പോലെ വേഗമുരുകുന്ന ഒരു ഡെസേർട്ട്. പക്ഷേ മുൾബറികളെ ശരിക്കും വിലപ്പെട്ടതാക്കിയത് അവയെ തിന്നുന്നവയാണ്, പട്ടുനൂൽ പുഴുക്കൾ. ഇപ്പോഴിതാ ഈ താൽപ്പര്യമുണർത്തുന്ന കോൺബന്ധം. മൽബറി ഇലകൾ ഈ വിലപ്പെട്ട ചെറിയ ജീവികളുടെ പ്രത്യേകമായ ഭക്ഷണമായിരുന്നു. മൽബറികളില്ലാതെ പട്ടുനൂലില്ല, പട്ടുനൂലില്ലാതെ സിൽക്ക് റോഡില്ല. ഇത് ഒരു സ്പോർട്സ് കാറിന്റെ എഞ്ചിൻ പൂർണ്ണമായും ലെറ്റിസ് കഴിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതുപോലെയാണ്. ചില ചരിത്രകാരന്മാർ ഇതിനെ ആഗ്രികൾച്ചറൽ ലെവറേജ് എന്ന് വിളിക്കുന്നു. ഒരൊറ്റ മരത്തിന്റെ സൂക്ഷ്മമായ വിജയത്തെ ആശ്രയിച്ച് മുഴുവൻ സാമ്രാജ്യങ്ങളും നിലനിന്നിരുന്ന രീതി. മറ്റുള്ളവർ ഇതിനെ വെറും ഭ്രാന്തെന്നും വിളിക്കുന്നു. മുൾബറികൾ ശേഖരിക്കാൻ എളുപ്പമുള്ള പഴങ്ങളല്ല. നിങ്ങളവയെ പറിക്കുന്നില്ല. അവ പഴുത്ത് റെഡിയായി താഴെ വീഴുന്നതുവരെ കാത്തിരിക്കുന്നു. അതായത് സമയത്തിന്റെ ഭാഗ്യം പോലെ. ചിലപ്പോൾ രാത്രി 3 മണിക്ക് പെട്ടെന്ന് തലയിൽ പഴങ്ങൾ കൊണ്ട് അടി കിട്ടുന്നതും. പിന്നെ പുഴുക്കളെക്കുറിച്ചും. എപ്പോഴും പുഴുക്കൾ. ശാന്തവും വരണ്ടതുമായ മുറികളിൽ സാധാരണ ഒരു മുത്തശ്ശി അവരോട് കവിതകൾ പിറുപിറുക്കുന്നുണ്ടാകും. അവർ തിന്നും, നൂൽ നൂൽക്കും, മരിക്കും. ഇതെല്ലാം നമ്മൾ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിക്കാനും സിൽക്കിനെ കുതിരകൾക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും അല്ലെങ്കിൽ ഒരു നല്ല തലയണയ്ക്കും വേണ്ടി ട്രേഡ് ചെയ്യാനും. വാസ്തവത്തിൽ പല പേർഷ്യൻ പട്ടണങ്ങളിലും മൽബറി വിളവെടുപ്പ് ഏറ്റവും ലാഭകരമായ സിൽക്ക് വിൽക്കുന്ന കാലഘട്ടവുമായി ഒത്തുപോകും. ഇത് പ്രാദേശിക ജീവിതത്തിൽ ഇത്രയധികം ആഴത്തിൽ വേരൂന്നിയിരുന്നു. പഴങ്ങളും നൂലും ഒരേ സമയം വരുന്നത് ആഘോഷിക്കാൻ ഫെസ്റ്റിവൽസ് പോലുമുണ്ടായിരുന്നു. കുട്ടികൾ അവരുടെ വിരലുകളും വായും പേർപ്പിളാകുന്നതുവരെ മൽബറീസ് കഴിക്കുമായിരുന്നു. വ്യാപാരികൾ ഈ പഴത്തിന്റെ നിറത്തെ അനുകരിക്കുന്ന നിറങ്ങളിൽ ചായം ചെയ്ത സിൽക്കുകൾക്കായി വിലപേശൽ ചെയ്യുമായിരുന്നു. കവികൾ മൽബറീസിനെ കൊതിയോട് താരതമ്യം ചെയ്തു. മധുരമുള്ള, കറ പിടിക്കുന്ന, ക്ഷണികമായ ഒന്ന്. അക്കാലത്തെ ഒരു പേർഷ്യൻ പഴമൊഴി ഇങ്ങനെയാണ്: നുണകളേക്കാൾ മൽബറികൾ കൊണ്ട് നിങ്ങളുടെ ചുണ്ടുകൾ കറ പിടിപ്പിക്കുന്നതാണ് നല്ലത്. ഇത് റൊമാൻറ്റിക് ആണോ അതോ പൊളിറ്റിക്കലാണോ ഉദ്ദേശിച്ചതെന്ന് പണ്ഡിതന്മാർ ഇപ്പോഴും തർക്കിക്കുന്നു. പക്ഷേ അതെപ്പോഴും അങ്ങനെയല്ലേ? ഇതാ രാത്രിയിലെ നിങ്ങളുടെ ഫ്രിഞ്ച് ടിഡ്ബിറ്റ്. ചില പേർഷ്യൻ കുലീന സ്ത്രീകൾ നാച്ചുറൽ ലിപ്സ്റ്റിക്കായി മൽബറി പേസ്റ്റ് ഉപയോഗിച്ചതിന്റെ തെളിവുകളുണ്ട്. നിങ്ങൾ ചായ കുടിക്കുന്നതുവരെയോ ഒരു സ്യൂട്ടറിനെ ചുംബിക്കുന്നതുവരെയോ അല്ലെങ്കിൽ തുമ്മുന്നതുവരെയോ മാത്രമേ അത് നിലനിന്നിരുന്നുള്ളൂ. പക്ഷേ സൗന്ദര്യം കഷ്ടപ്പെടലാണല്ലോ. മരങ്ങൾ തന്നെ വിലമതിക്കപ്പെട്ടിരുന്നു. മുഴുവൻ തോട്ടങ്ങളും പഴങ്ങൾക്കു വേണ്ടി മാത്രമല്ല, മറിച്ച് ഇലകൾക്ക് മാത്രമായി നട്ടിരുന്നു. ചില പട്ടണങ്ങളിൽ അവയെ അസാധാരണമായ ശ്രദ്ധയോടെ കാവൽ ചെയ്തിരുന്നു. ഒരു യാത്രികൻ പറയുന്നത്, ഒരു മനുഷ്യനെ ചമ്മട്ടിക്കൊണ്ടടിച്ചു, സിൽക്ക് മോഷ്ടിച്ചതിനല്ല, മറിച്ച് മൽബറി തോട്ടത്തിൽ നുഴഞ്ഞുകയറി ഇലകൾ കിഴക്കോട്ട് കടത്താൻ ശ്രമിച്ചതിന്. പുഴുക്കൾ കാരണം ചമ്മട്ടിയടി കിട്ടുന്നതിൽ കവിതാത്മക വൈരുദ്ധ്യം. പുഴുക്കളുടെ കട്ടിങ്സുകൾ കാരവാൻ ജീന സഞ്ചികളിൽ ഒളിച്ചുവെച്ച് യാത്രയിലുടനീളം അവയെ ജീവനോടെ നിലനിർത്തുന്നതിന് ആടിൻ രോമത്തിൽ പൊതിഞ്ഞു കൊണ്ടുപോയതിനെക്കുറിച്ചുള്ള രേഖകളുമുണ്ട്.
ഇവരായിരുന്നോ ആദ്യത്തെ ബയോടെക് കള്ളക്കടത്തുകാർ? സാധ്യതയുണ്ട്. സിൽക്ക് പേർഷ്യൻ വ്യാപാരത്തിന് അത്ര കേന്ദ്രമായിരുന്നു. മറ്റാരെങ്കിലും അത് വളർത്തുന്നത് ഇക്കണോമിക് ചാരവൃത്തി പോലെ തോന്നി. അല്ലെങ്കിൽ മൽബറി മരങ്ങൾക്ക് പഴയ പക സൂക്ഷിക്കുന്നതിന് വലിയ കഴിവുണ്ടായിരുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ പ്രകാശം ഇലകളുടെ കട്ടിയുള്ള മേലാപ്പിലൂടെ അരിച്ചിറങ്ങി മണ്ണിലുള്ള പാതയിൽ പച്ച പാറ്റേൺ സൃഷ്ടിക്കുന്നു. പട്ടുനൂൽ പുഴുക്കൾ അവരുടെ ട്രേസിൽ മെല്ലെ അനങ്ങുന്നു. ഒരു ഡസൻ ചെറിയ വായുകൾ ഉറക്കത്തിൽ ഒരുമിച്ച് ചവയ്ക്കുന്നു. പഴം കൊമ്പിൽ തിളങ്ങുന്നു. വളരെ പഴുത്തതും ക്ഷമയില്ലാത്തതും. നിങ്ങൾ കൈ നീട്ടുന്നു. അത് പ്രതിരോധമില്ലാതെ നിങ്ങളുടെ ഉള്ളംകൈയിലേക്ക് വീഴുന്നു. അത് അർദ്ധരാത്രി പോലെ രുചിക്കുന്നു. മധുരവും പുളിപ്പുള്ളതും വൈൻ പോലെയുള്ളതും. അത് നിങ്ങളുടെ നാവിൽ പറ്റിപ്പിടിക്കുന്നു. മറക്കപ്പെടാൻ വിസമ്മതിക്കുന്നു. അങ്ങനെ നമുക്ക് ഓർമ്മിക്കപ്പെടുന്നു. ഇത് വെറും ഒരു പഴമായിരുന്നില്ല. ഇത് ഒരു നൂലായിരുന്നു. ഒരു ട്രേഡ് റൂട്ട്. ഒരു പുഴുവിൻ്റെ മോചനദ്രവ്യം. ഞാൻ മരത്തിൻ്റെ ചുവട്ടിൽ ചാരിയിരുന്നു. എൻ്റെ വിരലുകൾ ഒട്ടുന്നതുപോലെയായി, കറയായി. മുകളിൽ മൽബറി ഇലകളുടെ മൃദുവായ ശബ്ദം കേൾക്കുന്നു. അത് ഒരു ഗ്ലോബൽ സാമ്രാജ്യമുണ്ടാകുന്നതിൻ്റെ ശബ്ദമാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു വളരെ നല്ല ഡെസേർട്ടിൻ്റെ ശബ്ദം. നമ്മൾ ഇളകുന്ന മൾബറി തോട്ടത്തെ പിന്നിലേക്ക് ഉപേക്ഷിച്ച് സെൻട്രൽ ഏഷ്യയിലേക്ക് കൂടുതൽ ആഴത്തിൽ പോകുന്നു. കാറ്റ് വീശുന്ന പുൽമേടുകളിലേക്ക്. ഭൂമി പരന്നു കിടക്കുന്നു. തമ്പുകളും സൂര്യനിലുണങ്ങിയ കല്ലുകളും ചിതറിക്കിടക്കുന്നു. നമ്മുടെ കാരവാൻ ഒരു നദിക്കരികിൽ നിർത്തുന്നു. അവിടെ യോദ്ധാക്കൾ കുതിരകളെ കുളിപ്പിക്കുകയും വാളുകൾ മൂർച്ച കൂട്ടുകയും ചെയ്യുന്നു. പക്ഷേ എൻ്റെ കണ്ണിൽപ്പെടുന്നത് ഉരുക്കോ കുതിരകളോ അല്ല, ഒരു കൊട്ടയാണ്. മുറുക്കി നെയ്തതും ആഴം കുറഞ്ഞതുമായ ആ കുട്ടയിൽ ചുവന്ന രത്നങ്ങൾ നിറഞ്ഞിരിക്കുന്നു. മാതള നാരങ്ങകൾ. അവ യുദ്ധഭക്ഷണം പോലെ തോന്നുന്നില്ല. വളരെ സൂക്ഷ്മമാണ്, വളരെ സുന്ദരമാണ്. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നു. മാതള നാരങ്ങകൾ ഈ പ്രദേശത്ത് 4000 വർഷത്തിലധികമായി വളരുന്നുണ്ട്. അവയ്ക്ക് എപ്പോഴും ഒരു വിചിത്രമായ ഇരട്ട ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. പകുതി ഭക്ഷണം, പകുതി പുരാവൃത്തം. സെൻട്രൽ ഏഷ്യയിൽ, പ്രത്യേകിച്ച് സോഗ്ഡിയനും പാർത്തിയൻ കൾച്ചറിലും അവ ലഘുഭക്ഷണങ്ങളെക്കാൾ കൂടുതലായിരുന്നു. അവ ടാലിസ്മാൻസ് ആയിരുന്നു. യുദ്ധത്തിനു മുമ്പ് മാതളനാരങ്ങ വിത്തുകൾ കഴിച്ചാൽ അവരുടെ മനസ്സ് ഷാർപ്പാകുമെന്നും കൈകൾ സ്ഥിരമായിരിക്കുമെന്നും ഭടന്മാർ വിശ്വസിച്ചിരുന്നു. നിങ്ങളെപ്പോഴെങ്കിലും ദേഷ്യം വരാതെ ആ ചെറിയ സീഡ്സ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ട്രെയിനിങ് ആയി കണക്കാക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഫ്രൂട്ട് എല്ലായിടത്തും കാണാം. മൊസൈക്ക് ഫ്ലോർസിൽ, വാളിൻ്റെ പിടികളിൽ, ബ്രോൺസ് ഹെൽമറ്റിൻ്റെ വശങ്ങളിൽ വരെ കൊത്തിവെച്ചിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ യോദ്ധാക്കൾ ഒരു തരം പോക്കറ്റ് പ്രൊട്ടക്ഷനായി ഉണക്കിയ മാതളനാരങ്ങയുടെ തോലുകൾ കൊണ്ടു നടന്നിരുന്നു. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് വാളിൻ്റെ മുറിവ് വളരെ ആഴത്തിലാകുന്നത് പോലും തടയും. നിങ്ങൾക്ക് ഭാഗ്യമില്ലെങ്കിൽ എന്തായാലും നിങ്ങളുടെ ശ്വാസം നല്ല മണമുള്ളതായിരിക്കും. ഞാൻ ബാസ്ക്കറ്റിൽ നിന്നൊന്നെടുക്കുന്നു. അതിൻ്റെ തൊലി കട്ടിയുള്ള തോലുപോലെ സൂര്യനാൽ കട്ടിയായത്. അത് പൊട്ടിച്ചപ്പോൾ വിത്തുകൾ റൂബിക്കല്ലുകൾ പോലെ തിളങ്ങുന്നു. ഓരോന്നും ഒരു നേർത്ത തൊലിയിൽ പിടിച്ചിരിക്കുന്നു. മധുരവും പുളിയും തണുത്തതും. ഇടിമിന്നലിന് മുമ്പുള്ള ടെൻഷൻ പോലെ സ്വാദുണ്ട്. തെളിഞ്ഞതും അപകടകരവും അല്പം അഡിക്റ്റീവുമാണത്. ഒരു മെഡീവൽ മെഡിക്കൽ മാനുവൽ പറയുന്നത് മാതള നാരങ്ങ ജ്യൂസ് കരളിനെ തണുപ്പിക്കാനും ഇരുണ്ട ചിന്തകളെ ഓടിക്കാനും കഴിയുമെന്നാണ്. മറ്റൊന്ന്, അത് മുറിവുകൾ വൃത്തിയാക്കാൻ ഉപയോഗിച്ചിരുന്നുവെന്ന് നിർബന്ധിക്കുന്നു. ഈ റെമഡി സയൻറ്റിഫിക് ആയിരുന്നോ അതോ വെറും പഴത്തിൽ നിന്നുള്ള ശുഭത്തി വിശ്വാസമായിരുന്നോ എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഇപ്പോഴും വാദിക്കുന്നു. പക്ഷേ ഇതാ ഒരു പെക്യൂലിയർ ടിഡ്ബിറ്റ്. ചില സെൻട്രൽ ഏഷ്യൻ വോറിയേഴ്സ് കുതിരയുടെ കുഞ്ഞിക്കൂമയെ മാതള നാരങ്ങ തോൽ ഉപയോഗിച്ച് ചായം മുക്കിയിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതവർക്ക് തുരുമ്പു ചുവന്ന നിറം നൽകുകയും ദുർഭാഗ്യത്തെ തടയാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. മറ്റുള്ളവർ വിശ്വസിച്ചത് ആ മണം ശത്രുവിൻ്റെ നായ്കളെ കൺഫ്യൂസ് ചെയ്യുമെന്നാണ്. പക്ഷെ ആ തിയറിക്ക് മരുഭൂമിയിലെ സാൻഡിൽ വെള്ളം നിൽക്കുന്നത്ര പോലും കഴിവില്ല. ചില ഗോത്രങ്ങളിൽ മാതള നാരങ്ങ
ഫലപുഷ്ടിയുടെ ഒരു സിമ്പലായിരുന്നു. അതൊരു വിചിത്രമായ കുതിപ്പ് സൃഷ്ടിച്ചു. നിങ്ങൾ യുദ്ധത്തിനു പോകുന്നതിന് മുമ്പ് ഒന്ന് കഴിക്കാം, എന്നിട്ട് വിവാഹ സമയത്ത് മറ്റൊന്ന് നൽകാം. വളരെ നല്ല മൾട്ടി ടാസ്കർ തന്നെ. പഴയ സോഗ്ഡിയൻ വിവാഹ ചടങ്ങുകളിൽ വധു തൻ്റെ ഭാവി ഭർത്താവിന് നേരെ ഒരു മാതള നാരങ്ങ മെല്ലെ എറിയും. അത് പൊട്ടിയില്ലെങ്കിലോ വിവാഹം റദ്ദലാക്കും. ഞാൻ തമാശ പറയുകയാണ്, പക്ഷെ അതിലൊരു സത്യമുണ്ട്. കവികൾ ഈ പഴത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടു. പേർഷ്യൻ കവിതകൾ മാതള നാരങ്ങിയെ തൊലിക്കുള്ളിൽ കുടുങ്ങിയ സ്വർഗീയ ചിരി എന്ന് വിളിച്ചിരുന്നു. എനിക്കിഷ്ടമുള്ളൊരു വരി, രക്തം ചെരിയുന്നതെങ്കിലും ഒരിക്കലും മരിക്കാത്ത പഴം എന്നതാണ്. ഇത് ഡ്രമാറ്റിക്കായി തോന്നാം, പക്ഷേ സൂഫ്ലെ പോലെ വേഗം ചക്രവർത്തികൾ ഉയരുകയും വീഴുകയും ചെയ്യുന്ന ഒരു പ്രദേശത്തിൽ നിങ്ങൾ പഴങ്ങൾ വ്യാപാരം ചെയ്യുമ്പോൾ പെനിബോ നിങ്ങൾക്കൊരു കാവിക അതിശയോക്തികൾക്ക് നിങ്ങൾക്ക് ശീലമാകും. നമ്മളിപ്പോൾ തീയിന് ചുറ്റും നിശബ്ദരായ യോദ്ധാക്കൾക്കിടയിലിരിക്കുന്നു. ഒരാൾ ഒരു കഥ പറയുന്നു. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ മാതള നാരങ്ങ തീയാക്കി തിളപ്പിച്ച് ഒരു ഉപരോധത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മരത്തിൻ്റെ തൊലിയും പാപവും പോലെ രുചിച്ചു, പക്ഷെ അത് വർക്ക് ചെയ്തു. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ വിചിത്രമാകുന്നത്. ആദ്യകാല സിൽക്ക് റോഡ് വ്യാപാരികൾ വിശ്വസിച്ചിരുന്നത് നിങ്ങൾ കീഴടക്കിയ സ്ഥലത്തൊരു മാതളം വിത്ത് നട്ടാൽ നിങ്ങളുടെ പിൻഗാമികൾ അവിടെ ഭരിക്കുമെന്നാണ്. സത്യമോ അല്ലയോ എന്നത് അപ്രസക്തമാണ്. പ്രവൃത്തി തന്നെ വളരെ അർത്ഥമുള്ളതാണ്. ഈ മനുഷ്യർ സാധനങ്ങൾ കൊണ്ടുപോകുകയല്ല, അവർ കഥകൾ നടുകയാണ്. ഞാൻ മറ്റൊരു സീഡ് കടിച്ചു. ജ്യൂസ് എൻ്റെ പല്ലുകൾക്കിടയിൽ ഒഴുകാൻ അനുവദിച്ചു. എനിക്ക് പുൽമേടിൻ്റെ പൊടി, തേഞ്ഞ ബ്ലേഡുകളിൽ നിന്നുള്ള ഇരുമ്പ്, നാളെ ഉറപ്പില്ലാത്ത നിമിഷത്തിൻ്റെ മധുരവും രുചിക്കാൻ കഴിയും. എന്നിട്ടും നിങ്ങൾ എന്തെങ്കിലും സുന്ദരമായത് കഴിക്കുന്നു. ആധുനിക പുരാവസ്തു വൈജ്ഞാനി പോലും ശവകുടീരങ്ങളിൽ മാതള നാരങ്ങ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു. ഫെർഗാന വാലിക്കടുത്തുള്ളൊരു ശവകുടീരത്തിൽ നാണയങ്ങളും ബ്രോൺസിൽ തീർത്ത ആഭരണങ്ങളും ഇടയ്ക്കൊരു പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ട പഴവും കണ്ടെത്തി. സീഡ്സ് വളരെ നേരത്തെ പുറന്തൊലിയായി ഉണങ്ങിപ്പോയിരുന്നു, പക്ഷേ ഉള്ളിലത് ജ്യൂസിയായി തന്നെ നിലനിന്നു. അങ്ങനെ നമ്മളിവിടെ പൊടിപുരങ്ങ്, സൺബേൺഡായ, അല്പം സ്റ്റിക്കിയായ, തങ്ങളുടെ കുതിരകൾക്ക് പ്രാർത്ഥനകൾ മന്ത്രിക്കുന്നവരും നാളെ കൂടുതൽ ഉണർവുകൾ നൽകാൻ സഹായിക്കുന്ന പഴങ്ങൾ കടിച്ചു തിന്നുന്ന യോദ്ധാക്കളായും ചുറ്റപ്പെട്ടിരിക്കുന്നു. ഞാൻ നക്ഷത്രങ്ങൾക്ക് കീഴിൽ വീണ്ടും ഒഴുകുമ്പോൾ എനിക്ക് അത്ഭുതപ്പെടാതിരിക്കാൻ കഴിയുന്നില്ല. മാതള നാരങ്ങ അതിൻ്റെ എല്ലാ അലംഭാവത്തേലവും തിളങ്ങുന്ന സൗന്ദര്യത്തോടെ സാമ്രാജ്യങ്ങളുടെ പോക്കറ്റിലേക്ക് വഴി കണ്ടെത്താൻ കഴിഞ്ഞു. അതിനെ കൊണ്ടു നടന്നവരുടെ വായിലേക്കും. നമ്മൾ ബുഖാരയിലെത്തുന്നത് ചൂട് നിഴലുകളെപ്പോലും വാടിക്കാൻ തുടങ്ങുമ്പോഴാണ്. സൂര്യൻ താഴ്ന്നിരിക്കുന്നു. ഡോം റൂഫുകളിലും ടൈൽ ചെയ്ത നടുമുറ്റങ്ങളിലും സ്വർണ്ണ നിറത്തിലുള്ള വെളിച്ചം പതിക്കുന്നു. ഇത് 11-ാം നൂറ്റാണ്ടാണ്. ബുഖാര വ്യാപാരം, കവിത, പ്രത്യേകമായി കാവൽ ചെയ്യപ്പെടുന്ന പഴങ്ങൾ എന്നിവയുടെ തിരക്കേറിയ കേന്ദ്രമാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല. ഇന്ന് രാത്രി നമ്മളൊരു മെലൻ വോൾട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അതെ, അത് യഥാർത്ഥമായും ഉള്ളതാണ്. ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ബുഖാര ഒരിക്കൽ അവിടുത്തെ മെലൻകൾക്കത്രമാത്രം പ്രശസ്തമായിരുന്നു. സഞ്ചാരികൾ നഗരത്തിലെ മോസ്കുകളെക്കുറിച്ച് വിവരിക്കുന്നതിന് മുൻപ് മെലൻകളെക്കുറിച്ച് വിവരിക്കുമായിരുന്നു. സുഗന്ധ വ്യാപാരിയുടെ കട പോലെ സുഗന്ധമുള്ളവ എന്നൊരു കവി എഴുതി. മറ്റൊരാൾ അവയെ വരകളിൽ കുടുങ്ങിയ സൂര്യപ്രകാശം എന്ന് വിളിച്ചു. ഒരു കഴുതപ്പുറത്ത് 3 മരുഭൂമികൾ കടന്നുവന്ന ഒരു മനുഷ്യനിൽ നിന്ന് വന്ന ഉയർന്ന പ്രശംസയാണിതെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറത്തു തരുന്നു. നമ്മുടെ കാരവാൻ നഗരത്തിൻ്റെ മതിലുകൾക്ക് പുറത്തെത്തിയപ്പോൾ വാർത്ത പരക്കുന്നു. മത്തങ്ങകൾ എത്തിയിരിക്കുന്നു. വേനൽക്കാലത്തിൻ്റെ അവസാനമാണ്. മെലൻ സീസന്റെ പീക്കാണ്. രാജകീയ കോർട്ടിൽ അവരുടെ വിശുദ്ധ സ്റ്റോർ ഹൗസുകൾ തുറക്കാൻ തയ്യാറെടുക്കുന്നു. ആ വർഷത്തെ ഏറ്റവും നല്ല സാമ്പിൾ സംരക്ഷിക്കാൻ കല്ലുകൊണ്ടുള്ള കൊട്ടാരങ്ങൾക്ക് താഴെ നിർമ്മിച്ച നിലവറ. നിങ്ങൾ ചിന്തിക്കാം, പഴങ്ങൾക്കൊരു വോൾട്ടോ? പക്ഷെ ബുഖാരയിൽ മത്തങ്ങകൾ വെറും മധുരമുള്ളവയായിരുന്നില്ല, അവ സ്റ്റാറ്റസ് ആയിരുന്നു. ഇത് നിങ്ങളുടെ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളം നിറഞ്ഞ എളുപ്പം മറക്കാവുന്ന മത്തങ്ങകളല്ലായിരുന്നു. ഇത് കട്ടിയുള്ള തൊലിയുള്ള, ഗാഢമായ സുഗന്ധമുള്ള, അസാധാരണമായി മധുരമുള്ള വെറൈറ്റികൾ. ഗുലോബി, ടോർപീഡ, ഷക്കർപാര എന്നിങ്ങനെ പേരുകളോടെ. ചിലത് ബ്രെഡ് ലോഫ് പോലെ നീളവും റിബ്ബുകളുമുള്ളതായിരുന്നു.
മറ്റുള്ളത് വട്ടത്തിലും പച്ച നിറത്തിലും നിങ്ങൾക്ക് സ്ക്രോൾസായി സ്ലൈസ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഡെൻസായ മാംസലതയോടെയും. പ്രാദേശിക പ്രഭുക്കന്മാർ മെലൻ ടേസ്റ്റിംഗ് ഗ്യാതറിംഗുകൾ നടത്താറുണ്ടായിരുന്നു. അവിടെ കണ്ണുകെട്ടിയ അതിഥികൾ മെലൻ ഏതു കൃഷിയിടത്തിൽ നിന്നാണെന്ന് കൃത്യമായി പറയാൻ ശ്രമിക്കും. കാർബോഹൈഡ്രേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു പാർലൽ ഗെയിമാണ്. ഒരു ഖലീഫ വരെ വൈക്കോലിൽ പൊതിഞ്ഞ മെലൻ ക്രേറ്റ്സ് ബാഗ്ദാദിലേക്ക് അയച്ചു. 2 മാസത്തെ 1800 കിലോമീറ്റർ യാത്ര. പഴങ്ങൾ അവയുടെ ഈർപ്പം നിലനിർത്താൻ ബീസ് വാക്സും ക്യാമൽ ഫാറ്റും ഉപയോഗിച്ച് സീൽ ചെയ്തു. അവ എത്തുകയും ചെയ്തു. കഷ്ടിച്ച്. ആ പഴങ്ങൾ എത്തിയപ്പോൾ കഴിക്കാൻ യോഗ്യമായിരുന്നു എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇന്നും തർക്കിക്കുന്നു. പക്ഷെ അത് പോസ്റ്റൽ ഡിലേസ് കാരണമാണെന്ന് നമുക്ക് കരുതാം. ഇപ്പോൾ ഇവിടെ ഒരു കൊർക്കി ടിഡ്ബിറ്റ്. ചില ബുഖാരി ഗാർഡൻസ് അവരുടെ മെലൻസ് ഹാമക്കുകളിൽ വളരാൻ ട്രെയിൻ ചെയ്തു. ഞാൻ തമാശ പറയുന്നതല്ല. ഫലങ്ങളെ സോഫ്റ്റ് ക്ലോത്ത് അല്ലെങ്കിൽ ഡ്രൈഡ് റീഡ്സ് കൊണ്ടുണ്ടാക്കിയ സ്ലിങ്ങുകളിൽ വെച്ച് പോൾസിൽ നിന്ന് തൂക്കിയിട്ടിരുന്നു, അവ നിലത്ത് തട്ടി ബ്രൂസാവാതിരിക്കാൻ. ഇവ പാമ്പേർഡ് ഫ്രൂട്ട്സ് ആയിരുന്നു. അഗ്രികൾച്ചറൽ വേൾഡിലെ കർദാഷിയൻകൾ. മെലൻ സീസണിൽ ബുഖാരയിലെ മാർക്കറ്റുകളിൽ കൂടി നടക്കുന്നത് ഒരു സെൻസറി ഓവർലോഡാണ്. വെൻഡേഴ്സ് പോകുന്നവർക്കായി തിക്ക് വെഡ്ജസ് സ്ലൈസ് ചെയ്യും. അവർ അവരുടെ വിരലുകളിൽ നിന്ന് നേരിട്ട് ജ്യൂസുകൾ സ്ലർപ്പ് ചെയ്യും. വായുവിൽ ഷുഗറി മസ്ക് നിറഞ്ഞിരിക്കുന്നു. മധുരത്തിൽ ടിപ്സിയായ ബീസ് ഓവർഹെഡിൽ മതിയൻ വട്ടങ്ങളിൽ ഹം ചെയ്യുന്നു. ഒരു പ്രത്യേക ഫേമസ് വെറൈറ്റി ഇച്ച്കാൻ അത്രയ്ക്ക് ഷുഗറിയായിരുന്നു, അതിൻ്റെ ജ്യൂസ് മൊളാസസ് പോലെയുള്ള സിറപ്പായി തിളപ്പിക്കാൻ കഴിയും. അത് സ്വീറ്റ്സ് അല്ലെങ്കിൽ മെഡിസിനിൽ ഉപയോഗിക്കാം. ചില ഡോക്ടർമാർ ഇത് തളർച്ച മാറ്റുന്നു എന്ന് സത്യം ചെയ്തു. മറ്റുള്ളവർ പറഞ്ഞു, ഇത് തളർന്നിരിക്കുന്നു എന്നത് മറക്കാൻ മാത്രം ഹാപ്പിയാക്കുന്നു എന്ന്. ഞാനൊരു കഷ്ണം കടിച്ച് അതിൻ്റെ നീര് താടിയിലൂടെ ഒഴുകാൻ അനുവദിക്കുന്നു. ഇത് വൈകി ഉണരുന്ന വേനൽക്കാലം പോലെ രുചിക്കുന്നു. മാംസം മൃദുവാണ്, പക്ഷെ കുഴ പോലെയല്ല. അതിൽ റോസിൻ്റെയും തേനിൻ്റെയും ഒരു സ്വരമുണ്ട്. ഇമിർമാരിവയെ രാജകീയ നിധി പോലെ അറകളിൽ പൂട്ടിവെച്ചത് അതിശയമാണ്. പക്ഷേ മറ്റെല്ലാ ആഡംബരത്തെയും പോലെ മത്തങ്ങയ്ക്കും വിമർശകരുണ്ടായിരുന്നു. ദേഷ്യമുള്ള ഒരു മതപണ്ഡിതൻ ഒരിക്കലെഴുതി, മത്തങ്ങ അമിതമായി കഴിക്കുന്നത് സോഫ്റ്റ് ചിന്തകളും അസൗകര്യമായ ബൗൾ ഡ്രീംസും ഉണ്ടാക്കുന്നു എന്ന്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ ചാൻസുകൾ എടുക്കാം. ബുഖാരയിൽ നിന്നും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്: പുഞ്ചിരിക്കാതെ മത്തങ്ങ കഴിക്കുന്ന ഒരാളെ വിശ്വസിക്കരുത്. ഇത് മെറ്റഫോറിക്കലാണോ അതോ മത്തങ്ങ അടിസ്ഥാനമാക്കിയുള്ള മോറൽ ഗൈഡൻസ് ആണോ എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇന്നും ഡിബേറ്റ് ചെയ്യുന്നു. ഇക്കാലത്ത് ആ പഴയ വെറൈറ്റികളെല്ലാം തന്നെ ഇല്ലാതായി കഴിഞ്ഞു. കാലമോ യുദ്ധമോ അല്ലെങ്കിൽ കൂടുതൽ സഹിഷ്ണുതയുള്ള ഇമ്പോർട്ടുകൾക്ക് പ്രാധാന്യം കൊടുത്തതോ ആയിരിക്കാം. പക്ഷെ ഉസ്ബെക്കിസ്ഥാന്റെ ശാന്തമായ മൂലകളിൽ ചില കർഷകർ ഇപ്പോഴും അവയെ പഴയ രീതിയിൽ കൃഷി ചെയ്യുന്നു. കൈകൊണ്ട്, നിലാവെളിച്ചത്തിൽ, അമിതമായ അഭിമാനത്തോടെ. നക്ഷത്രങ്ങൾ മുകളിൽ കണ്ണു തുറക്കുമ്പോൾ ഞാൻ കൊട്ടാരത്തിനടിയിൽ ആഴത്തിലുള്ള ഒരു സെല്ലർ ഭാവന ചെയ്യുന്നു. വൈക്കോലിൻ നിറഞ്ഞ സൂര്യനെക്കുറിച്ച് സ്വപ്നം കാണുന്ന മത്തങ്ങകൾ ഭിത്തിയിൽ നിന്ന് ഭിത്തിയിലേക്ക് അടുക്കി വച്ചിരിക്കുന്നു. അതിലെന്തോ പവിത്രമായ ഒരു കാര്യമുണ്ട്. ഇത്രയധികം സ്നേഹിക്കപ്പെടുന്ന ഒരു പഴം, അതിന് ആർക്കിടെക്ചർ നൽകപ്പെട്ടു. നമ്മൾ നിറഞ്ഞ വയറൂടെയും സ്റ്റിക്കിയായും അല്പം ആശ്ചര്യത്തോടെയും നമ്മുടെ ടെന്റിലേക്ക് മടങ്ങുന്നു. നഗരത്തിൻ്റെ മിനാരറ്റുകൾക്കോ ലൈബ്രറികൾക്കോ അല്ല, പക്ഷേ തൻ്റേതായ സ്വഭാവം മൂലം താക്കോലുകളും കാവൽക്കാരും ആഘോഷങ്ങളും ആവശ്യപ്പെടുന്ന ഒരു പഴത്തെക്കുറിച്ച്. നമ്മളിപ്പോൾ സൗത്ത് വെസ്റ്റിലേക്ക് യാത്ര ചെയ്യുന്നു. പൊടി പടർന്ന ട്രേഡ് റോഡ്സ് വഴി. ഇപ്പോഴത്തെ ഇറാൻ ദേശത്തിലൂടെ ഉറക്കച്ചടവുള്ള ചിന്തകൾ പോലെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന വഴികളിലൂടെ. വായുവിലെ ഗന്ധം മാറുന്നു. കുറച്ച് പുഷ്പഗന്ധം, കൂടുതൽ മണ്ണിൻ്റെ ഗന്ധം. സൂര്യതാപത്തിൽ ഉണങ്ങിയ മൂലികകളും പഴയ പാർച്ച്മെന്റ് പോലെയും. എവിടെയോ അടുത്തായി ആരോ ഒരു അത്തിപ്പഴം മുറിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ മാർക്കറ്റിലേക്കോ കൊട്ടാര ഉദ്യാനത്തിലേക്കോ അല്ല, ഒരു ക്ഷേത്രത്തിലേക്കാണ് അലഞ്ഞു നടക്കുന്നത്. അഗ്നി ഒരിക്കലും കെടാത്ത, പഴങ്ങളുടെ ഓഫറിംഗ്സ് എന്നും നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം. സോറോആസ്ട്രിയൻ ഇറാനിലെ അഗ്നി ബലിപീഠങ്ങളിലേക്ക് സ്വാഗതം. അവിടെ അത്തിപ്പഴങ്ങൾ വിചിത്രവും പവിത്രവുമായ പങ്ക് വഹിക്കുന്നു. സോറോആസ്ട്രിയനിസം പുരാതന പേർഷ്യൻ വിശ്വാസം. ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിലനിന്നിരുന്നു. അഗ്നിയെ ഏറ്റവും ദിവ്യമായ ചിഹ്നമായി കരുതിയിരുന്നു. സാമ്രാജ്യം മുഴുവനുമുള്ള ക്ഷേത്രങ്ങളിൽ വെള്ളവസ്ത്രം ധരിച്ച പുജാരിമാർ തലമുറകളായി അഗ്നി സൂക്ഷിച്ചിരുന്നു.
പക്ഷേ ആചാരങ്ങൾ, ധൂപം, മന്ത്രങ്ങൾ എന്നിവയ്ക്കിടയിൽ ഒരു ലളിതമായ പ്രവൃത്തിയുണ്ടായിരുന്നു. പവിത്രമായ അഗ്നിയുടെ അരികിൽ ഒരു അത്തിപ്പഴം വയ്ക്കുക. എന്തിന് അത്തിപ്പഴം? അതാണ് രഹസ്യം. ചിലർ പറയുന്നു അത് സത്യത്തിന്റെ മധുരത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന്. മറ്റുള്ളവർ വിശ്വസിക്കുന്നത് അത് ആത്മാവിന്റെ യാത്രയെ സൂചിപ്പിക്കുന്നുവെന്ന്. മൃദുവായത്, വിത്തുകൾ നിറഞ്ഞത്, എപ്പോഴും വേഗം കത്തിപ്പോകാൻ സാധ്യതയുള്ളതും. ഈ ഫലം ആത്മീയമായിരുന്നോ പ്രതീകാത്മകമായിരുന്നോ അതോ വെറും സൗകര്യമായിരുന്നോ എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും ഡിബേറ്റ് ചെയ്യുന്നു. എന്തായാലും അത്തിമരങ്ങൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു. മണ്ണുകൊണ്ട് നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ തണുത്ത നിഴലിൽ നമ്മൾ അത്തരമൊരു മരത്തിനു താഴെ വിശ്രമിക്കുന്നു. കൊമ്പുകൾ താഴേക്കും വീതിയിലും വളഞ്ഞുകിടക്കുന്നു. ഫലങ്ങൾ ഉറക്കത്തിലുള്ള കണ്ണുകൾ പോലെ തൂങ്ങിക്കിടക്കുന്നു. മൃദുവായി, ചുളിവുകളോടെ, അവഗണിക്കാൻ കഴിയാത്തവ. ഒരു പുരോഹിതൻ നടന്നുപോകുന്നു, അഭിവാദനമായി തലയാട്ടുന്നു. അദ്ദേഹത്തിന്റെ സാൻഡലുകൾ ഇറുക്കമുള്ള മണ്ണിൽ ശബ്ദമില്ലാതെ. അദ്ദേഹം ഉണങ്ങിയ അത്തിപ്പഴങ്ങളും ആട്ടിൻപാൽ നിറച്ച ചെറിയ കളിമൺ കപ്പുകളും നിറച്ച ഒരു ബാസ്ക്കറ്റ് കൊണ്ടുപോകുന്നു. നമുക്ക് രണ്ടും നൽകപ്പെടുന്നു. ഞാൻ അത്തിപ്പഴത്തിൽ കടിക്കുന്നു, അത് സമയത്തിന് തന്നെ രുചിക്കുന്നു. പുതിയ പഴത്തിന്റെ മധുരമായ രുചിയല്ല, പക്ഷേ കൂടുതൽ പഴയതും കൂടുതൽ ചിന്തിപ്പിക്കുന്നതുമാണ്. മണ്ണിന്റെ രുചിയോടെ, നട്സ് പോലെ അല്പം പുളിച്ചതും, ഒരു രഹസ്യം പോലെ തോന്നുന്ന തരത്തിലുള്ള രുചി. അത്തിപ്പഴങ്ങൾ പല വിധങ്ങളിലും തത്വചിന്തകരുടെ ഫലമായിരുന്നു. അവ നന്നായി യാത്ര ചെയ്യില്ല. വളരെ മൃദുവായത്, എളുപ്പം തകരാമെന്നതുകൊണ്ട് സിൽക്ക് റോഡ് വഴി അയക്കുന്നതിനു മുൻപ് മുഖഭാരം എല്ലായ്പ്പോഴും അവയെ ഉണക്കിയിരുന്നു. വ്യാപാരികൾ അവയെ പൂപ്പല് വരാതിരിക്കാൻ അരിപ്പൊടികൾക്കൊപ്പം തുണിസഞ്ചികളിൽ പാക്ക് ചെയ്യുമായിരുന്നു. അവർ അവരുടെ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴേക്കും അവ ചവച്ചപ്പോൾ മെല്ലെ മൃദുവാകുന്ന കടുത്ത ചെറിയ ജൂവൽസായിരുന്നു. 9-ാം നൂറ്റാണ്ടിലെ ബക്തഷ് എന്ന സഞ്ചാരി പറഞ്ഞ ഒരു ക്വർക്കിയായ കഥയുണ്ട്. അദ്ദേഹം ഒരിക്കൽ വഴിയോരത്തെ ഒരു ഇന്നിൽ രാത്രി താമസിക്കാൻ 5 അത്തിപ്പഴങ്ങളും ഒരു പാട്ടും കൊണ്ട് വില പറയാനെടുത്തുവെന്ന്. ഇത് ഫെയർ ട്രേഡ് ആയിരുന്നോ അതോ മോശം ഇക്കണോമിക് പ്ലാനിങ്ങുമായിരുന്നോ എന്നത് വ്യക്തമല്ല. ഈ കഥ യഥാർത്ഥമായിരുന്നോ അതോ അത്തിപ്പഴത്തിന്റെ ഫോക്ലോറിന്റെ ഒരു ഭാഗം മാത്രമാണോ എന്ന് പണ്ഡിതന്മാർ എപ്പോഴും ആലോചിക്കുന്നു. പേർഷ്യൻ മെഡിസിനിൽ അത്തിപ്പഴം ദഹിക്കുന്നത് മുതൽ സ്വപ്നങ്ങൾ വരെ എല്ലാത്തിനും ഉപയോഗിച്ചിരുന്നു. ഒരു വൈദ്യൻ എഴുതിയത് ഉറങ്ങുന്നതിനു മുമ്പ് 3 ഉണങ്ങിയ അത്തിപ്പഴം കഴിക്കുന്നത് ജെന്റിൽ വിഷൻസിനെ എൻകറേജ് ചെയ്യുകയും മോശം കവിതകളെ ഡിസ്കറേജ് ചെയ്യുകയും ചെയ്യുന്നുവെന്നാണ്. എല്ലാവരും സ്വയം കവികളാണെന്ന് കരുതിയിരുന്ന ഒരു കാലത്ത് ഇത് ഉപയോഗപ്രദമായ ഉപദേശമായിരുന്നു. നമ്മളിപ്പോൾ മിന്നിത്തിളങ്ങുന്ന ആൾട്ടാറിന്റെ അടുത്തിരിക്കുന്നു. ഒരു കുട്ടി ഒരു അത്തിപ്പഴം തീയുടെ അടിയിൽ വയ്ക്കുന്നത് ഞാൻ കാണുന്നു. അവനത് കഴിക്കുന്നില്ല, വെറുമൊരു കൊത്തിയ കല്ലുപാത്രത്തിൽ സൗമ്യമായി വയ്ക്കുന്നു. അവന്റെ അച്ഛൻ വിളവിനെ അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ച് എന്തോ മന്ത്രിക്കുന്നു. ആ അത്തിപ്പഴം ചൂടിൽ ചുരുങ്ങി അതിലെ പഞ്ചസാര കരിഞ്ഞ ഒരു വളഞ്ഞ രൂപമാകും. ഇത് ഒരേ സമയം ഒരു ബലിയും സിന്നവുമാണ്, ദൈവങ്ങൾക്കും മണ്ണിനും വേണ്ടിയുള്ള ഒരു ആംഗ്യം. അത്തിമരം തന്നെ ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. പേർഷ്യൻ ആതിഥേയത്തിന്റെ ആഴത്തിലുള്ള ധാരണയുമായി ബന്ധപ്പെട്ട് ഒരു പഴമൊഴിയുണ്ടായിരുന്നു: അത്തിമരമില്ലാത്ത വീടിന് തണലോ മധുരമോ രഹസ്യങ്ങളോ സൂക്ഷിക്കാൻ കഴിയില്ല. റൊമാൻറ്റിക് തീർച്ചയായും, പക്ഷേ പ്രാക്ടിക്കൽ കൂടി. അത്തിമരങ്ങൾ വേഗം വളരുന്നു, കട്ടിയുള്ള തണൽ നൽകുന്നു, കായ്പിൽ ഒരു ധാർമ്മിക ബാധ്യതയെന്ന പോലെ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഫയർ ടെമ്പിളിന്റെ കിച്ചണിൽ, അതെ, ടെമ്പിളിനും കൂടി സ്നാക്സ് വേണം. അത്തിപ്പഴങ്ങൾ പേസ്റ്റാക്കി അരച്ച് ബാർലി ഫ്ലവറും തേനും ചേർക്കുന്നു. ഇതിന്റെ ഫലമായൊരു തരം ചവയ്ക്കാവുന്ന കേക്ക് തീർത്ഥാടകർക്കും പുരോഹിതർക്കും എല്ലാവർക്കും നൽകപ്പെടുന്നു. ഇത് ഗ്ലാമറസ് അല്ല, പക്ഷേ നിങ്ങളുടെ വയറ് നിറയ്ക്കുകയും നിങ്ങൾക്ക് ഒരു വിചിത്രമായ രീതിയിൽ ഉന്നതമായ തോന്നൽ നൽകുകയും ചെയ്യുന്നു. അത്തിപ്പഴത്തിന്റെ വിത്തുകളിൽ ദിവ്യമായ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്ന ഒരു ചെറിയ വിശ്വാസമുണ്ടായിരുന്നു. നിങ്ങളൊന്ന് മുറിച്ച് ധ്യാനിച്ചാൽ നിങ്ങളുടെ ഭാവി കാണാൻ കഴിയും. ഇത് പ്രധാനമായും കൗമാരക്കാരായ നോവിസുകളാണ് ചെയ്തിരുന്നത്. അവർ ആരെ വിവാഹം കഴിക്കുമെന്നോ അതോ സീനിയർ ഫിക്സ് ലൈസറായി പ്രൊമോട്ട് ചെയ്യപ്പെടുമോ എന്നോ കാണാൻ ആഗ്രഹിച്ചിരുന്നു. രാത്രി കൂടുതൽ ആഴത്തിലേക്കിടക്കുമ്പോൾ ആൾട്ടാറിലെ തീ കുറച്ച് താഴ്ന്ന് നൃത്തം ചെയ്യുന്നു. അതിൻ്റെ അരികിലുള്ള അത്തിപ്പഴങ്ങൾ നിഴലുകളായി ചുരുങ്ങുന്നു. അവരുടെ മണം പുകയുമായി കൂടിച്ചേരുന്നു, മധുരവും മരപരിമളവും പ്രാചീനവുമായി. ഞാൻ നൂറ്റാണ്ടുകളായി ഇരിക്കുന്ന ഒരു കല്ലുബെഞ്ചിൽ ചാരിക്കിടക്കുന്നു. അത്തിപ്പഴത്തിൻ്റെ രുചി ഇപ്പോഴും എൻ്റെ നാവിൽ. എവിടെയോ അടുത്തായി ഒരു പുരോഹിതൻ മൃദുവായി ഹുമ്മിങ് ചെയ്യുന്നു. പക്ഷേ അതൊരു ഹിമ്മായിരിക്കാം, അല്ലെങ്കിൽ വെറും അത്തിപ്പഴം പ്രചോദിപ്പിച്ച ഒരു ലല്ലുബൈയായിരിക്കാം. ഈ ഫലം എളിമയും നിശബ്ദവുമായത് യാത്രക്കാരെയും കർഷകരെയും മാത്രമല്ല, തത്വചിന്തകളെയും പ്രാർത്ഥനകളെയും പോഷിപ്പിച്ചു.
ഇത് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചില്ല, പക്ഷേ അവയുടെ ഉള്ളിൽ നിശബ്ദമായിരുന്നു, ഓർക്കപ്പെടാൻ കാത്തിരുന്നു. നമ്മൾ വീണ്ടും കിഴക്കോട്ട് മുന്നോട്ടു പോകുന്നു. ടാങ് ഡൈനാസ്റ്റി ചൈനയുടെ ഹൃദയഭാഗമായിരുന്ന പ്രദേശങ്ങളിലേക്ക് വ്യാപാരത്തിൻ്റെ മന്ദഗതിയിലുള്ള താളത്തിൽ സഞ്ചരിക്കുന്നു. ഇവിടത്തെ റോഡുകൾ കൂടുതൽ പഴക്കമുള്ളതും കൂടുതൽ ഉപയോഗിച്ചതുമായി തോന്നുന്നു, ഒരു ഇഷ്ടപ്പെട്ട അങ്ങിയുടെ വക്കുകൾ പോലെ. വ്യാപാരികൾ നീണ്ട മനഃപൂർവമായ ഗ്രേസിനോടെ വണങ്ങി അഭിവാദ്യം ചെയ്യുന്നു. ഒട്ടകങ്ങൾ പോലും കൂടുതൽ ചിന്താഗന്നമായി തോന്നുന്നു. ഇന്നത്തെ രാത്രിയിലെ പഴം എംബ്രോയിഡറി ചെയ്ത പൗച്ചുകളിലും അപ്പോത്തെക്കറി ജാറുകളിലും ഒളിപ്പിച്ചിരിക്കുന്നു. ഡെസേർട്ടും മരുന്നും ഒരേ അളവിൽ. ചൈനീസ് ഹോത്തോൺ. നിങ്ങൾക്ക് ഹോത്തോൺ എന്താണെന്ന് ഓർമ്മയില്ലായിരിക്കാം, പക്ഷേ അതിനെ കടിച്ചാൽ നിങ്ങളുടെ വായ തീർച്ചയായും അതോർക്കും. പുളി, മധുരം ചേർന്ന ഒരു രുചി. ഒരു ക്രാബ് ആപ്പിളും റാസ്ബെറിയും കൂടി ടോയിസ്റ്റ് തത്വശാസ്ത്രം വായിച്ചതുപോലെ. പുരാതന ചൈനയിൽ ഈ ചെറിയ ചുവന്ന പഴം എല്ലായിടത്തും പോയിരുന്നു. സ്നാക്സായി പാക്ക് ചെയ്തും കാൻഡിയായി അമർത്തിയും മെഡിസിനൽ ടോണിക്സായി സ്റ്റീപ്പ് ചെയ്തും ചിലപ്പോൾ ആരുടെയെങ്കിലും അമ്മൂമ്മയെ സന്ദർശിക്കാനുള്ള ഒരു ഒഴികഴിവായും ഉപയോഗിച്ചിരുന്നു. നമ്മൾ ചാങ്ങാൻ നഗരത്തിനടുത്തുള്ള ഒരു ചെറിയ ടീ ഹൗസിലേക്ക് കടക്കുന്നു. ഇന്നത്തെ ഷിയാൻ. ഇത് ഏകദേശം 750 CE. പുറത്ത് നഗരം കവിതയും രാഷ്ട്രീയവും കൊണ്ട് മുഖരിതമാണ്. പക്ഷേ ഇവിടെ ഓടുപാകിയ മേൽക്കൂരയ്ക്ക് കീഴിലും വെള്ളം തിളയ്ക്കുന്ന മൃദുവായ ശബ്ദത്തിനിടയിലും ഒരു വ്യാപാരി തൻ്റെ സാച്ചലിൽ നിന്നും എന്തോ പുറത്തെടുക്കുന്നു. അത് ഹോത്തോൺ കേക്സിൻ്റെ ഒരു കെട്ടാണ്. തേൻ കൊണ്ട് അല്പം തിളങ്ങുന്ന പൊടിയുന്ന ഇഷ്ടികകൾ പോലെ അടുക്കിവച്ച പഴത്തിൻ്റെ അരിഞ്ഞ കഷണങ്ങൾ. അദ്ദേഹം എനിക്കൊന്നു നൽകുന്നു, ഞാനത് സ്വീകരിക്കുന്നു. ആദ്യത്തെ കടി കണ്ണുനീർ വരുത്തുന്ന പുളിപ്പിൻ്റെ ഒരു അടിയാണ്. തുടർന്ന് പതുക്കെയുള്ള മൃദുവായ മധുരം. ഇത് ശകാരിക്കപ്പെടുന്നതും കെട്ടിപ്പിടിക്കപ്പെടുന്നതും പോലെയുള്ള ഒരു ഭക്ഷണരൂപമാണ്. ട്രഡീഷണൽ ചൈനീസ് മെഡിസിനിൽ ഹോത്തോൺ, ഷാൻസ അങ്ങനെയാണ് അത് വിളിക്കപ്പെടുന്നത്. വളരെ ബഹുമാനിക്കപ്പെട്ടിരുന്നു. ഇത് സ്റ്റാഗ്നൻ ചീയ നീക്കം ചെയ്യുന്നു, ദഹനത്തെ സഹായിക്കുന്നു, കൂടാതെ എണ്ണമയമുള്ള ഭക്ഷണങ്ങളെ വിഘടിപ്പിക്കുന്നു എന്നു പറയപ്പെട്ടിരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ കുറച്ചധികം ഡംപ്ലിങ്സ് കഴിച്ച് നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് വിഷമിച്ചു തുടങ്ങിയാൽ ഹോത്തോൺ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ചില ഫിസിഷ്യൻസ് ഇത് ഹാർട്ട് സ്റ്റാഗ്നേഷനെ സഹായിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്നു. ഇത് കെട്ടിച്ചമച്ചതായി തോന്നാം, പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു മോശം ദിവസത്തിനു ശേഷം വൈകാരികമായി ഒരു ബ്ലോട്ടഡ് ഫീലിംഗ് അനുഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഔഷധ ഉപയോഗം യഥാർത്ഥ ബയോകെമിസ്ട്രിയിൽ എത്രമാത്രം അടിസ്ഥാനപ്പെട്ടിരുന്നു എന്നതിനെക്കുറിച്ചും ആഗ്രഹപൂർവമായ ചവയ്ക്കൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചും സ്കോളേഴ്സ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. ഇതാ നിങ്ങൾക്ക് ഒരു ക്വർക്കി ഫാക്റ്റ് ഓഫ് ദ നൈറ്റ്. ഹോത്തോണായിരുന്നു ചൈനയിൽ സ്ട്രീറ്റ് കാൻഡിയായി ഉണ്ടാക്കിയ ആദ്യകാല പഴങ്ങളിലൊന്ന്. കച്ചവടക്കാർ അവയെ മുളക്കോലുകളിൽ കുത്തി സിറപ്പിൽ മുക്കി രാത്രി മാർക്കറ്റ്സിൽ വിൽക്കുമായിരുന്നു. ഈ പുളിയുള്ള ട്രീറ്റ് ടാങ്ഹൂലു ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ ആധുനിക വേർഷൻസ് പലപ്പോഴും കുറച്ചു മൈൽഡായിരിക്കും, കൂടാതെ കൂടുതൽ ഫോട്ടോജനിക്കുമായിരിക്കും. ടാങ് കാലഘട്ടത്തിൽ ഈ കാൻഡി കുട്ടികൾക്കു മാത്രമുള്ളതായിരുന്നില്ല. കൊട്ടാരത്തിലെ സ്ത്രീകൾ പ്രണയ കവിതകൾ വായിക്കുമ്പോൾ ഹോത്തോൺ മധുരപലഹാരങ്ങൾ കഴിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു രാജ്ഞി തന്റെ ഹോത്തോൺ സപ്ലയർ പച്ചയായ ബാച്ചുകളിലേക്ക് മാറിയതിനെക്കുറിച്ച് പരാതിയുള്ള ഒരു കത്തെഴുതിയിരുന്നു. പുളിപ്പ് എന്റെ പോയട്രിയെ അപമാനിക്കുന്നു, അവർ പറഞ്ഞു. തീർച്ചയായും പ്രയോറിറ്റീസ്. നമ്മൾ തെളിയുന്ന വെളിച്ചത്തിൽ
ചൂടുള്ള ബാർലി ടീ കുടിക്കുമ്പോൾ പ്രായമായ ഒരു യാത്രക്കാരൻ സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം ഗാൻസു കോറിഡോറിലൂടെ ഹോത്തോൺ പേസ്റ്റ് കൊണ്ടുപോയ കാലത്തെക്കുറിച്ച് പറയുന്നു. അത് മില്ലറ്റിനും ഹോഴ്സ് ഹെയർ ത്രെഡിനുമായി എക്സ്ചേഞ്ച് ചെയ്തു. 3 ബ്ലിസാർഡ്സിനും ഒരു വളരെ ബോറിംഗ് മാരേജിനും അദ്ദേഹം ചിരിക്കുന്നു. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നില്ല. രാജകീയ അടുക്കളകളിൽ ഹോത്തോണിനെ ചിലപ്പോൾ മാംസം മാരിനേറ്റ് ചെയ്യാനോ ബ്രോത്ത്സിന് ഫ്ലേവർ നൽകാനോ ഉപയോഗിച്ചിരുന്നു. അതിന്റെ അമ്ലത മാംസത്തെ മൃദുവാക്കുകയും ഭക്ഷണങ്ങൾക്ക് ഒരു അത്ഭുതമായ ഡെപ്തും നൽകുകയും ചെയ്യുന്നു. റെസിപ്പികൾ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. ഒരു ചെഫ് അദ്ദേഹത്തിന്റെ ഹോത്തോൺ സ്പൈസ് ബ്ലെൻഡ് തന്റെ ട്യൂണിക്കിന്റെ വക്കിൽ തുന്നിവെച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. അത് ബ്രില്യൻ്റ് ആണോ അതോ വെറും സ്വെറ്റി കുക്കിംഗ് ആണോ എന്നത് ഇപ്പോഴും ചരിത്രപരമായ വ്യാഖ്യാനത്തിന് തുറന്നിരിക്കുന്നു. സിൽക്ക് റോഡിലേക്ക് തിരിച്ചുവരുമ്പോൾ ഹോത്തോണിന് മറ്റൊരു രഹസ്യ ശക്തിയുമുണ്ടായിരുന്നു: സംരക്ഷണം. ശരിയായി ഉണക്കിയാൽ അത് മാസങ്ങളോളം കഠിന ശീതകാല യാത്രയിലും നിലനിൽക്കും. വാക്സ്ഡ് പേപ്പർ അല്ലെങ്കിൽ റൈസ് സ്ട്രോയുടെ അടുക്കുകൾക്കിടയിൽ പാക്ക് ചെയ്താൽ അത് മഞ്ഞും മണലും പെട്ടെന്നുള്ള മഴയും അതിജീവിച്ചു. ഞാൻ മറ്റൊരു സ്ലൈസ് ചവച്ചു, ഈ തവണ കുറച്ചു പതുക്കെ. ടേസ്റ്റ് ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞതാണ്, അത്ര ഷോക്കിംഗ് അല്ല. ഈ പഴം വ്യാപാരികളും സന്യാസികളും കൊണ്ടു നടന്നത് എന്തോ ഒരു വിധത്തിൽ ശരിയായി തോന്നുന്നു. ഇത് ശരീരത്തെ അലേർട്ടായി നിലനിർത്തുകയും ആത്മാവിനെ അതാഗ്രഹിക്കുന്നതിലും കുറച്ചധികം ഉണർന്നിരിക്കാനും സഹായിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഉറക്കത്തിലേക്കും വഴുതി വീഴുമ്പോൾ ടീ ഹൗസിന്റെ ചുവരുകൾ കൂടുതൽ മൃദുവായി തോന്നുന്നു. ഹോത്തോണിന്റെ മണം ഇൻസെൻസും കാൻഡിൽ വാക്സുമായി കലർന്നിരിക്കുന്നു. പുറത്ത് ഒരു സ്ട്രിംഗ്ഡ് ഇൻസ്ട്രുമെന്റ് രാത്രിയിലെ അവസാന നെടുവീർപ്പിടുന്നു. നമ്മൾ ഹോത്തോണിനെ ഒരു ഗ്ലാമറസ് പഴമായി കരുതില്ല. അത് പൊമഗ്രാനറ്റ് പോലെ തിളങ്ങുന്നില്ല, അല്ലെങ്കിൽ മെലൻ പോലെ ആകർഷിക്കുന്നില്ല. പക്ഷേ നൂറ്റാണ്ടുകളായി അത് ഗ്ലാമർ ഇല്ലാത്ത ജോലികൾ ചെയ്തു. ദഹനം, സംരക്ഷണം, ആശ്വാസം. മുന്നിലുള്ള നീണ്ട വളഞ്ഞുപുളഞ്ഞ യാത്രയ്ക്കായി ഒരു പുളിപ്പുള്ള ചെറിയ കൂട്ടുകാരൻ. ഇപ്പോൾ നമ്മൾ നേർത്ത വായുവിലേക്ക് ഉയരുന്നു. ഹിമാലയൻ മടക്കുകളിലേക്ക് പതുക്കെ കയറിപ്പോകുമ്പോൾ സിൽക്ക് റോഡ് അതിൻ്റെ ഉയരങ്ങളിലേക്ക് കയറുന്നു. ഇവിടെ ആകാശം കൂടുതൽ അടുത്തുള്ളതുപോലെ തോന്നുന്നു. ഒരു പക്ഷേ വളരെ അടുത്ത്. കാറ്റ് 1000 വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ഒരു ട്യൂൺ ഓർമ്മിക്കാൻ ശ്രമിക്കുന്നതുപോലെ ശബ്ദിക്കുന്നു. ഇതാണ് ടിബറ്റൻ പ്ലാറ്റോ. ഇവിടെ റോഡുകൾ ഇടുങ്ങിയതും നിറങ്ങൾ മൃദുവായതും പഴങ്ങൾ പ്രാർത്ഥനകൾ പോലെ തോന്നിപ്പിക്കുന്നതുമാണ്. ഇന്ന് രാത്രി നമ്മൾ ഒരു കാരവാൻ കൂടാരത്തിലോ തിരക്കേറിയ മാർക്കറ്റിലോ അല്ല ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ ഒരു ഷ്രൈനിന് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു. മിന്നുന്ന വെണ്ണ വിളക്കുകൾക്കും ചെറിയ ചെമ്പു മണികൾക്കുമടുത്തായി നമ്മൾ നമ്മുടെ അടുത്ത മറക്കപ്പെട്ട പഴം കണ്ടെത്തുന്നു. ലോട്ടസ്. അതെ, ലോട്ടസ്. പൂവല്ല, അതിന് സ്വന്തമായ സൗന്ദര്യമുണ്ടെങ്കിലും. ഇന്ന് രാത്രി നമ്മൾ ഇവിടെയുള്ളത് ഫ്രൂട്ട്സിനു വേണ്ടിയാണ്, പ്രത്യേകിച്ച് സീഡ് പോഡ്. ആ വിചിത്രമായ ഏലിയൻ പോലെ തോന്നിപ്പിക്കുന്ന ഡിസ്ക്, നട്ടുപോലുള്ള ട്രഷേഴ്സ് നിറഞ്ഞവ, ഒരു ഷവർ ഹെഡ് പോലെയുള്ള മുഖത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നവ, ഉണക്കിയതും അരച്ചതും ആവിയിൽ വേവിച്ചതും സേക്രഡ് സൈലൻസിൽ നൽകപ്പെടുന്നതും. നമ്മൾ ലാശയുടെ അതിർത്തിയിലുള്ള ഒരു മൊണാസ്ട്രിയിലാണ് 10ാം നൂറ്റാണ്ടിൽ. മഞ്ഞു പുറത്തുള്ള കുന്നുകളെ ചുറ്റുന്നു. അകത്ത് ഒരു മങ്ക് സംസാരിക്കാതെ പുഞ്ചിരിച്ച് എനിക്കൊരു ചെറിയ ഓഫറിംഗ് ബൗൾ തരുന്നു. അതിനുള്ളിൽ ലോട്ടസ് സീഡ് കേക്കുകളുടെ ഒരു കൂട്ടം, പരുക്കനായ അരികുകളോടെ തവിട് നിറത്തിൽ, അല്പം മധുരമുള്ളതും കാർഡമം കൊണ്ട് മൃദുവായി സുഗന്ധമുള്ളതും. ഞാൻ പതുക്കെ ചവച്ചു. ഒരു തണുത്ത രാവിലെയുടെ അടിയിൽ കണ്ടെത്തിയ ചൂടുപോലെ അവ രുചിക്കുന്നു. ലോട്ടസ് സീഡ്സ് 1000 കണക്കിന് വർഷങ്ങളായി ഏഷ്യയിലുടനീളം കൃഷി ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ടിബറ്റിൽ അത് ഭക്ഷണത്തിലും അപ്പുറമായി മാറി. അതൊരു റിച്വലായി മാറി.
സിൽക്ക് റോഡ് വഴിയുള്ള ഉയർന്ന മലനിരകളിലെ ടെമ്പിളുകൾ കൂടി യാത്രകർ കടന്നുപോകുമ്പോൾ ഒരു ഓഫറിംഗ് നൽകുക എന്നത് സാധാരണമായിരുന്നു. ചെറുതെങ്കിലും അർത്ഥമുള്ള എന്തെങ്കിലും. താമരവിത്ത് കേക്കുകളായിരുന്നു ഏറ്റവും സാധാരണമായി നൽകിയിരുന്നത്. എളുപ്പത്തിൽ ഉണക്കാൻ കഴിയുന്ന, സൂക്ഷിക്കാൻ എളുപ്പമുള്ള, കൂടാതെ സന്യാസിമാർക്ക് പിന്നീട് വിതരണം ചെയ്യാനും എളുപ്പമുള്ളവ. എന്നാൽ അതിലുപരി അവ ആത്മീയ പോഷണമായി കണക്കാക്കപ്പെട്ടിരുന്നു. അവ നൽകുക എന്നത് ശരീരത്തെ മാത്രമല്ല, പാത്തിനെ കൂടി പോഷിപ്പിക്കുക എന്നതായിരുന്നു. കട്ടിയുള്ള പോടിനുള്ളിൽ അടച്ചിരിക്കുന്ന താമരവിത്ത് കഷ്ടപ്പാടിലൂടെയുള്ള നിർമ്മലതയെ പ്രതിനിധീകരിക്കുന്നതായി സന്യാസിമാർ വിശ്വസിച്ചിരുന്നു. ചിലർ ഉണക്കിയ വിത്തുകൾ ചെറിയ കഴിക്കാവുന്ന പ്രയർ ബീഡ്സ് പോലെ വിരലുകൾക്കിടയിൽ ഉരുട്ടി മെഡിറ്റേഷനായി ഉപയോഗിച്ചിരുന്നു. ബുദ്ധമത ആചാരങ്ങളിൽ താമരവിത്തിന്റെ ആദ്യകാല ഉപയോഗം ടിബറ്റിൽ തുടങ്ങിയതാണോ അതോ ഇന്ത്യ വഴി എത്തിയതാണോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ആ സിംബളിസം പിടിച്ചുനിന്നു. പല ടെമ്പിൾ റെക്കോർഡ്സിലും സന്യാസിമാർ 3 ദിവസം ലോട്ടസ് കേക്ക്സും സ്നോ മെൽറ്റും മാത്രം കഴിച്ചു ഉപവസിച്ചതിനു ശേഷം കണ്ട വിഷൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എൻലൈറ്റൻമെന്റ് ആയിരുന്നോ അതോ വെറും ക്രിയേറ്റീവായ ലോ ബ്ലഡ് ഷുഗർ ആയിരുന്നോ എന്ന് നമുക്കൊരു പക്ഷേ അറിയാൻ കഴിയില്ല. ഇതാ ഒരു രസകരമായ കാര്യം. ടിബറ്റൻ കുട്ടികൾക്ക് നീണ്ട സൂത്രാശന്റെ റിസൈറ്റേഷൻസിനിടയിൽ ചിലപ്പോൾ റോസ്റ്റഡ് ലോട്ടസ് സീഡ്സ് കൊടുക്കാറുണ്ടായിരുന്നു. ബ്രൈബ്സ് ആയിട്ടല്ല, മറിച്ച് ഫോക്കസ് ട്രീറ്റ്സ് ആയിട്ടാണ്. ഓരോ ക്രഞ്ചും അവരെ മെന്റൽ ക്ലാരിറ്റിയിലേക്ക് അടുപ്പിക്കുന്നതിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ മുതിർന്നവർ ഇംപെർമനൻസിനെക്കുറിച്ച് ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഉറക്കം വരാതെ നോക്കാനെങ്കിലും. നമ്മളിപ്പോൾ ശാന്തമായ ഒരു ക്ലോയിസ്റ്ററിലിരിക്കുന്നു. ഇൻസെൻസ് വുഡൻ റാഫ്റ്റേഴ്സിലേക്ക് ചുരുണ്ടുയരുന്നു. ഒരു യുവസന്യാസി ഒരു ട്രേയിൽ ചായ കൊണ്ടുവരുന്നു. സോൾട്ടഡ് യാക്ക് ബട്ടർ, കട്ടിയുള്ളതും ചൂടേകുന്നതും. അവൻ എൻ്റെ കപ്പിൻ്റെ അടുത്ത് ലോട്ടസ് കേക്ക് വയ്ക്കുന്നത് ഭക്ഷണത്തിനു വേണ്ടിയെന്ന് തോന്നുമെങ്കിലും ടെൻഡറായ ഒരു റെവറൻസോടെയാണ്. ഞാൻ വീണ്ടും ഒരു കടിയെടുക്കുന്നു. ടെക്സ്ചർ കട്ടിയുള്ളതെങ്കിലും മൃദുവാണ്, ക്ഷമയുടെ ആകൃതിയിൽ ചുട്ടെടുത്ത റൊട്ടി പോലെ. ചില സ്ക്രോൾസ് ബാർലിയും വൈൽഡ് ഹണിയും ചേർത്ത് ലോട്ടസ് ഫ്ലോർ ഉപയോഗിച്ച് ചെറിയ ചന്ദ്രക്കലകളുടെ രൂപത്തിലുണ്ടാക്കി ഫെസ്റ്റിവൽസ് സമയത്ത് മണ്ഡാലകളിൽ അലങ്കരിച്ചു വയ്ക്കുന്ന ഇലാബറേറ്റ് സെറിമോണിയൽ റെസിപ്പീസ് വിവരിക്കുന്നുണ്ട്. ഇവ കഴിക്കാൻ വേണ്ടിയുള്ളതായിരുന്നില്ല, വെറുതെ ആസ്വദിക്കാൻ മാത്രം. പിന്നീട് സ്വാഭാവികമായി നശിക്കാൻ അനുവദിക്കും. ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഓഫറിംഗ് പോലും ഭൂമിയിലേക്ക് തിരിച്ചു പോകണം എന്ന ഓർമ്മപ്പെടുത്തലായി. രാത്രി മലകളിൽ കൂടുതൽ ആഴത്തിലേക്ക് വീഴുമ്പോൾ നിശബ്ദത കൂടുതൽ നിറഞ്ഞതാകുന്നു. ശൂന്യമല്ല, പക്ഷേ ചരിത്രം നിറഞ്ഞതാണ്. പടികൾ, മന്ത്രങ്ങൾ, കാറ്റ്, ആരും കാണാത്ത നിശബ്ദമായ ഓഫറിംഗ്സ് എല്ലാം നിറഞ്ഞത്, പക്ഷേ ദൈവങ്ങൾക്ക് മാത്രം കാണാവുന്നതുമായി. എവിടെയോ പുറത്തൊരു യാക്ക് മൃദുവായി ശബ്ദിക്കുന്നു. അകത്ത് നമ്മൾ കൈകൾ കൂപ്പി നമസ്കരിക്കുന്നു. ലോട്ടസ് കേക്കിൻ്റെ രുചി അത് കഴിഞ്ഞ ശേഷവും എൻ്റെ നാവിൽ നിലനിൽക്കുന്നു. ഒരു മധുരത്തിൻ്റെ മന്ദസ്വരം, ഒരു പൂവിൻ്റെ സൂചന. അത് രൂപമെടുത്ത എല്ലാ കൈകളുടെയും ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരു ടെക്സ്ചർ. പഴങ്ങൾക്ക് രുചിക്കും വ്യാപാര മൂല്യത്തിനും അപ്പുറം അർത്ഥമുണ്ടായിരുന്നു എന്ന് മറക്കാൻ എളുപ്പമാണ്. ഈ ഉയരങ്ങളിൽ പഴങ്ങൾ മെറ്റഫറായി മാറി. അതിജീവനം, ബഹുമാനം, ശരീരത്തിനും പുറത്തു കേൾക്കുന്ന എന്തെങ്കിലും തമ്മിലുള്ള ഒരു പാലം. നാം ഇപ്പോൾ മഞ്ഞുമൂടിയ പർവ്വതങ്ങളുടെ നിശബ്ദതയിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ചൂടും ഈർപ്പവുമുള്ള കാറ്റിലേക്ക് ഇറങ്ങുന്നു. ഇവിടുത്തെ വായു വാഗ്ദാനങ്ങൾ നിറഞ്ഞതാണ്. ഏലക്ക, പശുവിൻ ചാണകം, വറുത്ത ധാന്യങ്ങൾ, എല്ലാറ്റിനുമടിയിൽ ഒരു പൂമണം. അത്ര ലഹരി പിടിപ്പിക്കുന്നതാണ്. അത് മൂളുന്നതുപോലെ തോന്നും. ഇത് മാമ്പഴ സീസണാണ്. ഇന്ന് രാത്രി നമ്മൾ ചിലർ ദൈവികമെന്ന് വിശ്വസിക്കുന്ന ഫലത്തെ പിന്തുടരുന്നു. മാമ്പഴം, രാജാക്കന്മാരുടെ ഫലമെന്ന് വിളിക്കപ്പെടുന്നത്. പക്ഷേ ഇന്ന് രാത്രി ഇതൊരു കൊട്ടാരത്തിൽ വിളമ്പുന്നില്ല. ഇത് ഈറ്റയിലയിലുള്ള ബാസ്ക്കറ്റ്സിൽ വെച്ച് കാഴകളുടെ പുറത്ത് കെട്ടി തെക്കൻ സിൽക്ക് റോഡിൽ രുചിയുടെ ഗതി നിശബ്ദമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് 12-ാം നൂറ്റാണ്ടാണ്. നമ്മൾ ചോളരാജ്യത്തിനടുത്താണ്. ഇന്നത്തെ തമിഴ്നാടും. കച്ചവടക്കാർ, തീർത്ഥാടകർ, ബുദ്ധിസന്യാസിമാരെന്നിവർ ബംഗാൾ ഉൾക്കടലിൻ്റെ ഈർപ്പമുള്ള തുറമുഖങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. കപ്പലുകളിൽ കറുത്ത കുരുമുളക്, ആനക്കൊമ്പ്, സിൽക്ക്,
എന്നിവ ലോഡ് ചെയ്യുന്നു. അരിയും ടാമറിൻ പേസ്റ്റുമുള്ള ബാരൽസിനുമിടയിൽ ജാഗരിയിലും സൂര്യപ്രകാശത്തിലും സംരക്ഷിച്ച മാങ്ങ സ്ലൈസുകളുള്ള ബോക്സുകൾ വെച്ചിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുന്ന മാങ്ങകൾ ഇന്നത്തെ പ്രസിദ്ധമായ വലിയ സ്വർണ്ണ നിറമുള്ള അൽഫോൻസോകളല്ല. ഇവ ചെറുതും പുളിയേറിയതും നാരുള്ള മാംസളവും അനാദരവുമായി നോക്കിയാൽ പോലും പെട്ടെന്ന് ബ്രൂസാകുന്ന തൊലിയുമുള്ളവയായിരുന്നു. എന്നിട്ടും കവികളും ജ്ഞാനികളും നികുതി പിരിവുകാരും എല്ലാവർക്കും ഇവ ഇഷ്ടമായിരുന്നു. നമ്മളൊരു ഗ്രാമത്തിലെ റെസ്റ്റ് ഹൗസിൽ നിർത്തുന്നു. അവിടെ ഒരു സ്ത്രീ വാഴയിലയിൽ ഒരു ലളിതമായ ഭക്ഷണം നമുക്ക് നൽകുന്നു. അരി, ഒരു തുള്ളി തൈര്, കൂടാതെ തിളങ്ങുന്ന ഒരു കഷണം മാങ്ങ അച്ചാറ്. ഞാൻ അതിൽ കടിച്ചു. ഓ, ഇത് ഡെസേർട്ടല്ല. ഈ മാമ്പഴം ഉപ്പുരസമുള്ളതും പുളിയേറിയതും കടുകെണ്ണയിൽ തീക്ഷ്ണവുമായ പേഴ്സണാലിറ്റി നിറഞ്ഞതാണ്. എന്നെ ശകാരിക്കുന്നത് പോലെ. ഇത് വരാന്തയുടെ അപ്പുറത്തു നിന്നൊരു വയസ്സായ സ്ത്രീ എന്നോട് സ്നേഹത്തോടെ വിളിച്ചു പറയുന്നത് പോലെയാണ് രുചിക്കുന്നത്. ഇത് ഒരു ക്വർക്കി ചരിത്രക്കുറിപ്പ്. ചില ദക്ഷിണേന്ത്യൻ ടെമ്പേഴ്സിൽ മാമ്പഴങ്ങൾ, പ്രത്യേകിച്ചും പിക്കിൾ ചെയ്ത മാമ്പഴങ്ങൾ, ഔസ്പീഷ്യസ് ഓഫറിംഗ്സായി കണക്കാക്കപ്പെട്ടിരുന്നു. ശരിയായ ലൂണാർ ഡേയിൽ ശരിയായ ഡേറ്റിക്ക് നല്ല മാമ്പഴം ഓഫർ ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം വിളവ് ലഭിക്കാം. ചീഞ്ഞ മാമ്പഴം ഓഫർ ചെയ്താൽ നിങ്ങൾക്ക് എലികളോ പൂപ്പലോ അല്ലെങ്കിൽ ഒരു അനോയിങ് ആയ ഒരു ഇൻലോനെയോ കിട്ടിയെന്ന് വരാം. ആ കാലഘട്ടത്തിലെ ഒരു സാൻസ്ക്രിറ്റ് പഴമൊഴി ഇങ്ങനെ പറയുന്നു: മാമ്പഴമില്ലാത്ത ഒരു ദിവസം ആത്മാവിൽ പൊടി നിറഞ്ഞ ദിവസമാണ്. ഇത് അക്ഷരാർത്ഥത്തിലായിരുന്നോ അതോ മാവില്ലാത്ത വളരെ ചൂടുള്ള വേനൽക്കാലത്തിൽ ആരെങ്കിലും എഴുതിയതാണോ എന്ന് സ്കോളേഴ്സ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. മാങ്ങയുടെ കൂട്ട് ഡിപ്ലോമസിയുമായിട്ട് മറ്റൊരു രുചികരമായ ത്രെഡാണ്. പ്രശസ്തനായ മുഗൾ എംപറർ അക്ബർ ചോളരുടെ കാലത്തിന് നൂറ്റാണ്ടുകൾക്ക് ശേഷം തെക്കൻ വ്യാപാരികളിൽ നിന്ന് സമാധാന ചിഹ്നമായി ഉണക്കമാങ്ങയുടെ ബാസ്ക്കറ്റ് സ്വീകരിച്ചു. അദ്ദേഹത്തിന് അവ ഇഷ്ടമായതിനാൽ ഇപ്പോൾ ലക്നൗ എന്നറിയപ്പെടുന്ന സ്ഥലത്തിനടുത്ത് 100,000-ലധികം മാവുകൾ നട്ടു. അതൊരു ഹോബിയായിരുന്നില്ല, അതൊരു പഴത്തിൻ്റെ ഒബ്സഷനായിരുന്നു. എന്നാൽ നേരത്തെയുള്ള നൂറ്റാണ്ടുകളിലും മാങ്ങ ഒരു തരം കഴിക്കാവുന്ന ഇൻട്രൊഡക്ഷൻ ലെറ്ററായിരുന്നു. ഒരു വ്യാപാരി എഴുതിയത് കയ്യിൽ നാണയങ്ങളില്ലാതെ മധുരമണ്ണിൽ ഉണക്കിയ മാങ്ങ മാത്രവുമായി ഒരു തമിഴ് തുറമുഖത്തെത്തിയിട്ടും തുണിത്തരങ്ങൾ, ഉണക്കമീൻ, 2 മടിയനായ ആടുകൾ എന്നിവ വാങ്ങാൻ കഴിഞ്ഞുവെന്നാണ്. നമ്മളിപ്പോൾ ഒരു വലിയ മാവിൻ്റെ തണലിലിരിക്കുന്നു. അതിൻ്റെ വേരുകൾ പഴയ വിരലുകൾ പോലെ വളഞ്ഞിരിക്കുന്നു. ഇലകൾ വൈകുന്നേരത്തെ കാറ്റിൽ ശബ്ദിക്കുന്നു. കുട്ടികൾ കറപുരണ്ട വിരലുകളും മാങ്ങക്കുരുകളുമായി പരസ്പരം പിന്തുടരുന്നു. ജ്യൂസ് അവരുടെ കൈകളിലൂടെ ഒഴുകിയിറങ്ങുന്നു, സ്റ്റിക്കിയായി ഗോൾഡൻ നിറത്തിൽ. ആയുർവേദ പാരമ്പര്യത്തിൽ മാങ്ങ മരത്തിൻ്റെ എല്ലാ ഭാഗവും ഉപയോഗപ്രദമായിരുന്നു. ഫലം, ഇലകൾ, മരത്തോലി പോലും. മാങ്ങയുടെ റെസിൻ ഫ്യൂണറലുകളിലും വെഡ്ഡിങ്ങുകളിലും ഒരുപോലെ കത്തിച്ചിരുന്നു. ഉണക്കിയ വിത്തിൻ്റെ കാമ്പ് പൊടിച്ച് അജീർണം മുതൽ പാമ്പുകടി വരെയുള്ള എല്ലാറ്റിനും ചികിത്സയായി ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ ഫലിച്ചോ എന്നുള്ളത് ചരിത്രകാരന്മാർ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. പക്ഷേ ഉദ്ദേശം വ്യക്തമായിരുന്നു. ഈ പഴം ഒരു ഫുൾ സർവീസ് പ്രൊവൈഡറായിരുന്നു. ഒരു മനോഹരമായ അന്ധവിശ്വാസവുമുണ്ട്. നിങ്ങളുടെ ആഗ്രഹം മാങ്ങക്കുരുവിൽ മന്ത്രിച്ച് വീടിന് താഴെ നട്ടാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ മരത്തോടൊപ്പം വളരും. പ്രശ്നമെന്തെന്നാൽ മാങ്ങ മരങ്ങൾക്ക് കായ്ക്കാൻ വർഷങ്ങളെടുക്കും. അതുകൊണ്ട് ക്ഷമ ആവശ്യമാണ്, അല്ലെങ്കിൽ മുഴുവൻ സംവിധാനവും തകർന്നു പോകും. ഫയർഫ്ലൈസ് നമ്മുടെ ചുറ്റും മിന്നാൻ തുടങ്ങുമ്പോൾ ഗ്രാമം രാത്രിയിലേക്ക് ശാന്തമാകുന്നു. എവിടെയോ ആരോ അടുത്ത ദിവസത്തെ ഭക്ഷണത്തിനായി മാംഗോ ചട്നി അരച്ചുകൊണ്ടിരിക്കുന്നു. മറ്റെവിടെയോ ഒരു യാത്രക്കാരൻ തൻ്റെ ചെസ്റ്റ് പോക്കറ്റിൽ നിന്നും ഇനിയും ചൂടുള്ള ഉണക്ക മാംഗോ സ്ലൈസുകളുടെ മടക്കിയ തുണി പാക്കറ്റ് പുറത്തെടുക്കുന്നു. അവനൊന്ന് പതുക്കെ ചവച്ചുകൊണ്ട് പുളിരസമാധ്യം അവൻ്റെ ആകുലതകളെ ശാന്തമാക്കാൻ അനുവദിക്കുന്നു. ഞാൻ ആ മാംഗോ പിക്കിളിൻ്റെ മറ്റൊരു കഷ്ണം രുചിച്ചു നോക്കുന്നു. അത് മൂർച്ചയുള്ളതും ധിക്കാരമുള്ളതും മറക്കാനാവാത്തതുമാണ്. തീരെ പഴം പോലെ തന്നെ. അത് നിങ്ങളെ വെറുതെ ഭക്ഷണം നൽകുന്നില്ല, നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കും. ഇപ്പോൾ നമ്മൾ സിൽക്ക് റോഡിൻ്റെ കിഴക്കൻ വളവിലേക്ക് നീങ്ങുന്നു. തെക്കുകിഴക്കൻ ഏഷ്യയുടെ തീരങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. അവിടെ കാടും കടലും ഈർപ്പമുള്ള സന്തുലിതമായ സന്ധിസ്ഥലത്ത് കപ്പലുകൾ ചെറുതാകുന്നു, സുഗന്ധവ്യഞ്ജനങ്ങൾ കൂടുതൽ മണമുള്ളതാകുന്നു. പഴങ്ങൾ, അതെ, പഴങ്ങൾ കൂടുതൽ വിചിത്രമാകുന്നു.
ഇന്ന് രാത്രി നമ്മൾ ഇപ്പോഴത്തെ ആധുനിക വിയറ്റ്നാമിൽ 13-ാം നൂറ്റാണ്ടിന് ചുറ്റും എവിടെയോ ഇറങ്ങുന്നു. മൂർച്ചയുള്ളതും പിടികിട്ടാത്തതും തെങ്ങുനിരകളുള്ള തുറമുഖങ്ങളിൽ മന്ത്രിക്കപ്പെടുന്നതുമായ ഒന്നിനെ തേടി. സ്റ്റാർ ഫ്രൂട്ട് അഥവാ കരംബോള. സ്റ്റാർ ഫ്രൂട്ട് നന്നായി യാത്ര ചെയ്യില്ല. അത് എളുപ്പം ബ്രൂസാകുന്നു, പെട്ടെന്ന് കേടാകുന്നു. ഒരു ഡ്രാമ ക്വീൻ വേനൽക്കാലത്ത് വാടുന്നതിനേക്കാൾ വേഗം വാടുന്നു. എന്നിട്ടും എങ്ങനെയോ അത് സിൽക്ക് റോഡ് കപ്പൽക്കാരുടെയും എഴുത്തുകാരുടെയും കയ്യിലെത്തി. ചിലപ്പോൾ പിക്കിൾ രൂപത്തിൽ കൊണ്ടുപോകപ്പെട്ടു, മറ്റു ചിലപ്പോൾ നേർത്തു മുറിച്ച് മുളപ്പായിലുണക്കി അതിൻ്റെ 5 മുനയുള്ള ആകൃതി ചുരുങ്ങിയപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നതായിരുന്നു. ഇവിടെ സമൃദ്ധമായ മെഗോങ് താഴ്വരയിൽ നമുക്ക് നദിയുടെ അരികിൽ ഒന്ന് നൽകപ്പെടുന്നു. വെണ്ടർ ഒരു സ്ട്രോ ഹാറ്റിൻ്റെ കീഴിൽ അർദ്ധനിദ്രാവസ്ഥയിൽ ആ പഴം ഒരു ചടങ്ങുമില്ലാതെ മുറിച്ചു നീട്ടുന്നു. അത് നനഞ്ഞ ഗ്ലാസ് പോലെ തിളങ്ങുന്നു. ഓരോ കഷ്ണവും ഒരു പെർഫെക്റ്റ് ചെറിയ നക്ഷത്രം പോലെ. ഞാൻ ഒന്നിൽ കടിക്കുന്നു. ക്രിസ്പ്, പുളിരസം, നേരിയ തേൻ രുചിയോടെ പുതുതായി സിട്രസ് കണ്ടെത്തിയ പച്ച ആപ്പിളിൽ കടിക്കുമ്പോൾ ലഭിക്കുന്ന അതേ സംതൃപ്തി നൽകുന്ന സ്നാപ്പ്. നാട്ടുകാരിതിനെ ഖേ എന്ന് വിളിക്കുന്നു. നാടോടി കഥകളിൽ സ്റ്റാർ ഫ്രൂട്ട് വെറും ലഘുഭക്ഷണമല്ല. വാസ്തവത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട വിയറ്റ്നാമീസ് നാടോടി കഥകളിലൊന്ന് ഈ എളിമയുള്ള പഴത്തെ കേന്ദ്രീകരിച്ചാണ്. ഒരു പാവപ്പെട്ട കർഷകൻ ഒരു മാന്ത്രിക സ്റ്റാർ ഫ്രൂട്ട് മരം കണ്ടെത്തുന്നു. അതൊരു സ്വർണപക്ഷിയെ വിളിച്ചുവരുത്തുന്നു. ആ പക്ഷി പഴങ്ങൾക്ക് പകരമായി നിധി നൽകുന്നു. തീർച്ചയായും ഒരു ആഗ്രഹി സഹോദരൻ ഇടപെടുന്നു. കാര്യങ്ങൾ തെറ്റായി പോകുന്നു. പിന്നെ ഡബിൾ ട്രഷർ ആവശ്യപ്പെട്ട ആളിനെ കഥ നന്നായി അവസാനിക്കുന്നില്ലെന്ന് പറയാം. ക്ലാസിക് സഹോദര ഡൈനാമിക്സ്. പണ്ഡിതൻ ഇപ്പോഴും വാദിക്കുന്നു, ഈ കഥ പൂർണ്ണമായും സിംബോളിക്കായിരുന്നോ അതോ യഥാർത്ഥ വ്യാപാര രീതികളിൽ അടിസ്ഥാനമാക്കിയതോ എന്ന്. പക്ഷേ പരമാർത്ഥമായി പറഞ്ഞാൽ, നിങ്ങൾ ദിവസം നക്ഷത്രാകൃതിയിലുള്ള ഒരു ക്രിസ്പ് പഴം കടിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് 15% കൂടുതൽ ബുദ്ധിശാലിയായി തോന്നും. പഴത്തിൻ്റെ കുളിനറി ഉപയോഗങ്ങൾ ആ മേഖലയിൽ സംസാരിക്കപ്പെടുന്ന ഡയലക്റ്റുകൾ പോലെ വൈവിധ്യമായിരുന്നു. ചിലർ അത് പഞ്ചസാരയും ക്ലോവും ചേർത്ത് വേവിച്ചു. മറ്റു ചിലർ അത് സാവറി സൂപ്പുകളിലേക്ക് മുറിച്ചു ചേർത്തു. അതിൻ്റെ പുളി സ്വഭാവം റിച്ച് ബ്രോത്തിലൂടെ കടന്നുപോകാൻ അനുവദിച്ചു. നാവികരോ കടലിൽ നീണ്ട ചക്രവാളം നിറഞ്ഞ ദിവസങ്ങളിൽ ദാഹവും ബോറടിയും മാറ്റാൻ ഉണക്കിയ സ്റ്റാർ ഫ്രൂട്ട് സ്ട്രിപ്പുകൾ ചവച്ചു. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റിൽറ്റ് വില്ലേജിലൂടെ നടക്കുന്നു. നമ്മുടെ കാലുകൾക്ക് താഴെ പ്ലാങ്കുകൾ ചെറുതായി ശബ്ദമുണ്ടാക്കുന്നു. എല്ലാ പോർച്ചിലും വലിയ ക്ലേ പോട്ടുകളിൽ സ്റ്റാർ ഫ്രൂട്ട് മരങ്ങൾ വളരുന്നു. അവയുടെ കൊമ്പുകൾ പച്ചയും ഗോൾഡൻ നിറവുമുള്ള പഴങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഈ പഴം വെറും ഭക്ഷണം മാത്രമല്ല, അത് വീടിൻ്റെ അലങ്കാരം, തണൽ, കഥ, രുചി എല്ലാം ഒന്നിച്ചു ചേർന്നതാണ്. ഒരു ചെറിയ പെൺകുട്ടി ഫിഷ് സ്കെയിൽ നൈഫ് ഉപയോഗിച്ച് ഒരു സ്റ്റാർ ഫ്രൂട്ട് സാവധാനം തൊലിയുരിയുന്നു. മുത്തശ്ശിക്കായി ഏറ്റവും നല്ല കഷ്ണങ്ങൾ മാറ്റിവെക്കുന്നു. അവൾ നാണത്തോടെ എന്നോട് പറയുന്നു, അവരുടെ കുടുംബം ലൂനാർ ന്യൂ ഇയറിൻ്റെ ആദ്യ ദിവസം സ്റ്റാർ ഫ്രൂട്ട് കഴിക്കും, നാവിനെയും സ്വപ്നങ്ങളെയും ഉണർത്താൻ. അത്രയും തന്നെ എനിക്ക് മനസ്സിലായി. ഈ വിചിത്രമായ സിട്രസ് രുചിയുള്ള രത്നം അതിൻ്റെ രുചിക്കു മാത്രമല്ല സിൽക്ക് റോഡ് വഴി കച്ചവടം ചെയ്തത്. ചിലർ മുടിയിഴകളോ അല്ലെങ്കിൽ ഭാഗ്യനാണയമോ കൊണ്ടു നടക്കുന്നത് പോലെയാണ്. ഇതിന് എന്തോ അർത്ഥമുണ്ടായിരുന്നു. മൂർച്ചയും തിളക്കവും ക്ഷണികവുമായ എന്തോ ഒന്ന്. നമ്മൾ പായിൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ വേവിച്ച ചോറിൻ്റെയും പഴുത്ത സ്റ്റാർ ഫ്രൂട്ടിൻ്റെയും മണം രാത്രിയിലൂടെ വ്യാപിക്കുന്നു. പുറത്ത് നദി മൃദുവായി ഒഴുകുന്നു, ദിവസത്തിൻ്റെ കഥകളെ കൊണ്ടുപോകുന്നു. ഒരു നക്ഷത്രം ആകാശത്തുനിന്ന് വീഴുന്നു, മറ്റൊന്ന് ജനലിൻ്റെ വക്കിൽ വെച്ചിരിക്കുന്ന ഒരു ബൗളിൽ കാത്തിരിക്കുന്നു. നമ്മൾ വീണ്ടും പടിഞ്ഞാറോട്ട് പോകുന്നു, പേർഷ്യയിലെയും അറേബ്യയിലെയും മരുഭൂമികളിലേക്ക്. അവിടെ സിൽക്ക് റോഡ് ഉണങ്ങിയ ഭൂമിയിലെ ഉപ്പുഞരമ്പുകൾ പോലെ ക്യാരവാൻ പാതകളായി പിരിയുന്നു. ചൂട് മുകളിൽ നിന്നും താഴെ നിന്നും അമർത്തുന്നു. കാറ്റ് ക്ഷീണിച്ച കഥ പറയുന്നവനെ പോലെ നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കുന്നു. ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്ന മണലിൽ നമ്മൾ ഒരിക്കലും ഉറക്കെ വിളിക്കാത്ത, പക്ഷേ എല്ലായ്പ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു പഴം കാണുന്നു. ഡേറ്റ്. റൊമാൻറ്റിക് തരത്തിലുള്ളതല്ല. ചിലരത് ഒരേ കാര്യമാണെന്ന് വാദിച്ചേക്കാം. അല്ല, നമ്മൾ സംസാരിക്കുന്നത് ഈന്തപ്പനയുടെ സമ്പന്നവും ചുളിവുള്ളതുമായ നിധിയെക്കുറിച്ചാണ്. ഇന്ന് രാത്രി നമ്മൾ ഒയേസിസിൻ്റെ തണലിൽ വിശ്രമിക്കുന്ന ഒരു കാരവാനിനോടൊപ്പം ചേരുന്നു. സൂര്യൻ സാൻഡ്സ്റ്റോൺ ഭിത്തിയിലൂടെ താഴേക്ക് നീങ്ങുന്നത് നോക്കിയിരിക്കുമ്പോൾ കച്ചവടക്കാർ പനയോല കൊണ്ടുള്ള പൊതികളിൽ നിന്ന് ഉണക്ക ഡേറ്റ്സിനെ സേക്രഡ് സ്ക്രോൾസ് പോലെ പതുക്കെ അഴിച്ചെടുക്കുന്നു. ഡേറ്റ്, ഈന്തപ്പഴം, 6000 വർഷത്തിലേറെയായി മിഡിൽ ഈസ്റ്റിൽ ഒരു സ്റ്റേപ്പിൾ ആയിരുന്നു.
ഇത് പ്രവാചകന്മാരെയും കവികളെയും തീർത്ഥാടികരെയും കൊള്ളക്കാരെയും പോഷിപ്പിച്ചു. 9-ാം നൂറ്റാണ്ടോടെ സിൽക്ക് റോഡിലെ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേർന്നു. ചെറുത്, എളുപ്പം കൊണ്ടുപോകാം, ഊർജം നിറഞ്ഞത്, അവിശ്വസനീയമായ മധുരമുള്ളത്. ഇത് ഒറിജിനൽ പവർ ബാർ ആയിരുന്നു. ഞാനിപ്പോൾ ഒന്ന് കടിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ രുചി ചൂടുള്ള തേനിൽ കാരവും പൊടിയും ചേർത്തതുപോലെയാണ്. ഇത് ചവച്ചു നേർത്തതും സ്റ്റിക്കിയായതും എന്തോ പുരാതനമായ ഒന്നുപോലെ. ഒരു സ്വർണ്ണക്കത്തിയും ആത്മവിശ്വാസമുള്ള ഒരു പൂച്ചയും സമീപത്ത് സംരക്ഷിച്ചിരിക്കുന്ന കല്ലറയിൽ നിന്ന് കണ്ടെത്തിയ എന്തോ പോലെ. അറേബ്യയിലെ ബെഡുവിൻ ഗോത്രങ്ങൾക്ക് ഒരു പഴമൊഴിയുണ്ടായിരുന്നു. ഡേറ്റ് ജീവനാണ്. അത് സത്യത്തിൽ നിന്ന് വിദൂരമായിരുന്നില്ല. വെള്ളം വിലപ്പെട്ടതും തണലൊരു കറൻസിയായ സ്ഥലത്ത് ഈന്തപ്പനകൾ എല്ലാം നൽകി. ഭക്ഷണം, പാർപ്പിടം, ഫൈബർ, മേൽക്കൂര പോലും. ചില മരുഭൂമി വീടുകൾ മിക്കവാറും മുഴുവനായും ഈന്തപ്പനകൾ കൊണ്ട് നിർമ്മിച്ചിരുന്നു. പഴങ്ങൾ റോ ആയി കഴിക്കുകയോ സിറപ്പാക്കി വേവിക്കുകയോ അല്ലെങ്കിൽ ഉണക്കി ഫ്ലവറാക്കി അരയ്ക്കുകയോ ചെയ്തിരുന്നു. കുരുക്കൾ റോസ്റ്റ് ചെയ്ത് കോഫി സബ്സ്റ്റിറ്റ്യൂട്ട്സായോ മൃഗങ്ങൾക്ക് തീറ്റയായോ ഉപയോഗിച്ചിരുന്നു. ഇതാ ഒരു രസകരമായ കാര്യം. പഴയ ഇസ്ലാമിക് ഗ്രന്ഥങ്ങളിൽ ഈത്തപ്പഴം എങ്ങനെ കൃഷി ചെയ്യണം, എങ്ങനെ വിളവെടുക്കണം, എങ്ങനെ സൂക്ഷിക്കണം എന്നിങ്ങനെ വിശദമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്നു. കൂടാതെ കുഞ്ഞിനെ മുലകുടി മാറ്റാൻ എങ്ങനെ ഉപയോഗിക്കണം എന്നതും. അതുകൊണ്ട് ഈത്തപ്പഴം വെറും ചരിത്രപരമായതല്ല, മാതാപിതാക്കൾ അംഗീകരിച്ചതുമാണ്. മധ്യകാല പേർഷ്യൻ വൈദ്യശാസ്ത്രത്തിൽ ഈത്തപ്പഴം ശരീരത്തെ ചൂടാക്കുകയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നു പറഞ്ഞിരുന്നു. അത് മരക്കുന്നത് വൃദ്ധിക്കുന്നു എന്ന് ചിലർ വിശ്വസിച്ചിരുന്നു. അതിമഭിമം കഴിച്ചാൽ ശരീരത്തിനകത്ത് വരൾച്ച ഉണ്ടാക്കുമെന്ന് മറ്റുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചരിത്രകാരന്മാർ ഇപ്പോഴും ഈ സിദ്ധാന്തങ്ങളുടെ മെറിറ്റ്സുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും മൂന്നാമത്തെ ഈത്തപ്പഴം കഴിച്ചതിനു ശേഷം സന്തോഷിപ്പിക്കുന്ന ഭാഗം വളരെ കൃത്യമായി തോന്നുന്നു. 10-ാം നൂറ്റാണ്ടിലെ ഒരു യാത്രികൻ ഹോർമോസ് പോർട്ടിൽ വെൽക്കം ഗിഫ്റ്റായി 7 കാരക്ക, അതായത് പ്രാവിൻ്റെ ഹൃദയത്തിൻ്റെ വലിപ്പമുള്ള കാരക്ക ലഭിച്ചതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അത് തീയിൽ തൊട്ട മൊളാസസ് പോലെ രുചിച്ചുളെന്നും അത് അദ്ദേഹത്തിൻ്റെ നാട്ടോർമ്പ് മാറ്റിയെന്നുമാണ്. അദ്ദേഹം വെറും വിശന്നിരുന്നതാണോ അതോ വളരെ കവിതാത്മകമായി പറഞ്ഞതാണോ എന്നത് ഇപ്പോഴും ചർച്ചയിൽ നിലനിൽക്കുന്നു. എന്നാൽ കാരക്കയ്ക്ക് സിംബോളിക്കായ പ്രാധാന്യവുമുണ്ടായിരുന്നു. ഇസ്ലാമിക് പാരമ്പര്യത്തിൽ പ്രവാചകനായ മുഹമ്മദ് കാരക്കയും വെള്ളവും കൊണ്ട് അദ്ദേഹത്തിൻ്റെ നോമ്പ് തുറന്നുവെന്ന് പറയപ്പെടുന്നു. ഈ ആചാരം മുസ്ലിം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്നും റമളാൻ കാലത്ത് തുടരുന്നു. ഈ പ്രവൃത്തി ലളിതവും വിനയപൂർണവും ഭൂമിയോട് ബന്ധിപ്പിക്കുന്നതുമാണ്. നിങ്ങളുടെ ശരീരത്തോട് നമ്മൾ മറ്റൊരു ദിവസം കൂടി കടന്നുപോയി എന്ന് പറയുന്നത് പോലെയാണ്. നമ്മളിപ്പോൾ ആടിയുലയുന്ന തോട്ടത്തിന് കീഴിൽ ഇരിക്കുന്നു. പനമരങ്ങൾ പച്ചനിറമുള്ള മോണിമെന്റ്സുകൾ പോലെ നമ്മൾക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്നു. അടുത്തുള്ള ഒരു സ്ത്രീ ഡിബ്സ്, അതായത് ഒരു തടിച്ച കാര്യപ്പഴ സിറപ്പ് തയ്യാറാക്കുന്നു. വളരെ കുറഞ്ഞ തീയിൽ ഒരു ക്ലേ പോട്ടിൽ പഴം തിളപ്പിക്കുന്നു. തീ ഇത്ര കുറവാണ്, അത് കേവലം മന്ത്രിക്കുന്നത് പോലെയാണ്. അവൾ വിടലതിൽ മുക്കി രുചിച്ചു നോക്കി തലയാട്ടുന്നു. പ്രഭാതത്തിൽ അത് ഫ്ലാറ്റ് ബ്രെഡിന് മുകളിൽ ഒഴിക്കും. ഒരു കുട്ടി കാര്യപ്പഴച്ചില്ലയിൽ നിന്നുണ്ടാക്കിയ ഒരു തടിട്ടോയി പിടിച്ചോടിപ്പോകുന്നു. മറ്റൊരാൾ കുസൃതിയിൽ പിടിച്ച ചിപ്മങ്ക് പോലെ 2 കവഴികളും നിറഞ്ഞ് കാര്യപ്പഴം ചവച്ചു തിന്നുന്നു. ക്യാമൽസ് പോലും കൂടുതൽ ശാന്തമായി തോന്നുന്നു. വായുവിലെ പഞ്ചസാരയുടെ മധുരത്താൽ ശാന്തമായി നിശ്ചലതയിൽ ആണ്ടു നിൽക്കുന്നു. ഇവിടെ ഒരു പഴമൊഴിയുണ്ട്: കാര്യപ്പഴം വീഴുന്നത് അത് മധുരമാകാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ്. നമ്മൾ അത് ക്ഷമയാണെന്ന് കരുതുന്നു. പക്ഷേ അത് മരങ്ങളെ വളരെ നേരത്തെ കുലുക്കരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിരിക്കാം. മണൽക്കൂനുകൾക്ക് മുകളിൽ നക്ഷത്രങ്ങൾ ഉയരുമ്പോൾ, രാത്രിയിലെ കാറ്റ് ഉറങ്ങാൻ മാത്രം തണുത്താകുമ്പോൾ, ഞാൻ ഈന്തപ്പഴത്തിൻ്റെ രുചി എൻ്റെ വായിൽ നിലനിർത്തുന്നു. അവയെക്കുറിച്ച് എന്തോ ശാശ്വതമായ ഒന്നുണ്ട്. യാതൊരു മാപ്പും പറയാതെ ലളിതമായി, നിശബ്ദമായി, ഔദാര്യമായും എപ്പോഴും അടുത്ത യാത്രയ്ക്ക് റെഡിയായി. നമ്മളിപ്പോൾ മെഡിറ്ററേനിയനിലേക്ക് തിരിയുന്നു. അവിടെ സിൽക്ക് റോഡിൻ്റെ കടൽമാർഗങ്ങൾ പുരാതന തുറമുഖങ്ങളിൽ വിരലുകൾ മുക്കുന്നു. ഉപ്പുനിറഞ്ഞ വായുവിനെയും ചരിത്രത്തിൽ പകുതി മുങ്ങിയ മാർബിൾ തൂണുകളെയും സ്പർശിക്കുന്നു. നമ്മൾ അലക്സാൻഡ്രിയയിലെത്തുന്നു. കോസ്മോപോളിറ്റൻ, മൾട്ടിലിംഗ്വൽ, അല്പം അഹങ്കാരമുള്ള, കൂടാതെ സിട്രസ് നിറഞ്ഞതും.
ഇന്നത്തെ മറക്കപ്പെട്ട പഴം പൂർണ്ണമായും മറക്കപ്പെട്ടതല്ല. പക്ഷേ നമ്മളത് ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതിയോ അതാണ് മറക്കപ്പെട്ട ഭാഗം. നമ്മൾ സിട്രനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാ ആധുനിക ഓറഞ്ചുകൾ, ലെമനുകൾ, ലൈമുകൾ എന്നിവയുടെ കരടായ, മുരടുള്ള, ലെമൺ ആകൃതിയിലുള്ള പൂർവികൻ. പുരാതന ലോകത്തിൽ എട്രോഗ്, മാനസ് മെഡിക്ക അല്ലെങ്കിൽ വെറുതെ സ്വർഗം പോലെ മണക്കുകയും ഹേർട്ട്ബേൺ തരികയും ചെയ്യുന്ന ആ പുളിപ്പഴം എന്ന് അറിയപ്പെട്ടിരുന്നു. ഇത് 14-ാം നൂറ്റാണ്ടാണ്. അലക്സാൻഡ്രിയ സിൽക്ക് റോഡിന്റെ പടിഞ്ഞാറൻ അറ്റത്തുള്ളൊരു പ്രധാന സ്ഥലമാണ്. അവിടുത്തെ തുറമുഖം ജിനോവ, യമൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകളാൽ നിറഞ്ഞിരിക്കുന്നു. മാർക്കറ്റുകൾ തലകറങ്ങുന്ന രീതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. കുന്തിരികവും സിൽക്കും സാൻഡൽവുഡും നിറഞ്ഞ ഇടയിൽ ഒരു വ്യാപാരി ഒരു കുട്ടിയുടെ തലയോട്ടിയുടെ വലിപ്പമുള്ള ഒരു പഴം മുറിച്ചു തുറക്കുന്നു. അതിന്റെ തൊലി കട്ടിയുള്ളത്, കുമിളകൾ നിറഞ്ഞതും ഏതാണ്ട് വിചിത്രവുമാണ്. അതിന്റെ മാംസളഭാഗമോ കുറവും വരണ്ടതും തീരെ കഴിക്കാൻ പറ്റാത്തതും. പക്ഷേ ആ മണമോ? ഞാൻ കുനിഞ്ഞു നോക്കുമ്പോൾ അത് സൂര്യപ്രകാശം ചുംബിക്കുന്നത് പോലെയാണ്. തെളിഞ്ഞത്, പൂക്കളുടെ മണമുള്ളത്, സുഗന്ധമുള്ളത്. കവിത ആവശ്യപ്പെടുന്ന ഒരു പെർഫ്യൂം. എനിക്ക് മധുരമൂറുന്ന തൊലിയുടെ ഒരു കഷ്ണം തന്നു. ഞാനത് പതുക്കെ ചവച്ചു. മധുരമുണ്ട്, അതെ, പക്ഷേ കയ്പും റെസിൻ പോലെയും വിചിത്രമായ ധ്യാനാത്മകതയും നിറഞ്ഞത്. രുചിക്കാൻ സമയമെടുത്ത എന്തോ പോലെയാണ് അതിൻ്റെ രുചി. സിട്രൺ നിങ്ങൾ കാഷ്വലായി കഴിക്കുന്ന പഴമായിരുന്നില്ല. വാസ്തവത്തിൽ മിക്ക ആളുകളും അത് കഴിക്കാറില്ല. നിങ്ങളത് സംരക്ഷിക്കും, ആരാധിക്കും, മരുന്നായി ഉപയോഗിക്കും, ചിലപ്പോൾ സന്ദർശിക്കുന്ന ആൺസിനെ ഇംപ്രസ് ചെയ്യാൻ പ്രദർശിപ്പിക്കും. 12-ാം നൂറ്റാണ്ടിലെ ഒരു ഹെർബലിസ്റ്റ് അതിനെ ധൃതിയിൽ സമീപിക്കാനോ അജ്ഞതയിൽ പാഴാക്കാനോ പാടില്ലാത്ത പഴം എന്ന് വിശേഷിപ്പിച്ചു. സമാധാനിക്കൂ. അലക്സാൻഡ്രിയയിലെ ജൂത സമുദായത്തിൽ സിട്രോണ് ആചാരപരമായ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് സുക്കോത്ത് ഫെസ്റ്റിവൽ സമയത്ത്. അപ്പോൾ ഒരു പെർഫെക്റ്റ് എട്രോഗ് സ്വർണം പോലെ വിലമതിച്ചിരുന്നു. പേർഷ്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഷിപ്മെന്റുകൾ എത്തുമായിരുന്നു. വാങ്ങുന്നവർ ഓരോ പഴവും രത്നങ്ങൾ ഗ്രേഡ് ചെയ്യുന്നതുപോലെ പാടുകൾക്കായി പരിശോധിച്ചിരുന്നു. ഈ പ്രാക്ടീസ് എത്രത്തോളം വ്യാപകമായിരുന്നു എന്നതിനെക്കുറിച്ചും അന്ന് ഉപയോഗിച്ചിരുന്ന ചില സിട്രോൺ വെറൈറ്റികൾ ഇപ്പോൾ വംശനാശം സംഭവിച്ചു എന്നതിനെക്കുറിച്ചും സ്കോളേഴ്സ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. ഇവിടെ ഒരു വിചിത്രമായ ട്വിസ്റ്റുണ്ട്. സിട്രോൺ പീൽ വെനീഷ്യൻ ഓട്ടോമൻ ട്രേഡേഴ്സിനിടയിൽ ഒരു ഡെലിക്കസിയായി മാറി. അവരത് തേനിൽ തിളപ്പിച്ച് കറുത്ത കുരുമുളക് വിതറുമായിരുന്നു. തീർച്ചയായും പുളിയും കാരവുമായിരുന്നു മിഡീവൽ കാലത്തെ സോൾട്ടഡ് കാരമൽ. ചില എലീറ്റ് സർക്കിൾസിൽ അമാവാസ്യ ദിവസം കാൻഡീഡ് സിട്രോൺ കഴിച്ചാൽ ലൂസിഡ് ഡ്രീംസ് ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നു. നമ്മളൊരു കോപ്റ്റിക് ചർച്ചിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അലക്സാൻഡ്രിയൻ അപ്പോത്തെക്കറിയിലേക്ക് കടക്കുന്നു. അകത്ത് കാറ്റിൽ മിർ, വിനാഗിരിയും സിട്രസ് ഓയിലും വരുന്നു. കൗണ്ടറിന് പിന്നിലുള്ള ഫിസിഷ്യൻ ഉണങ്ങിയ സിട്രോൺ തൊലിയും മിൻറ്റും പൊടിച്ച് അമ്പറും ചേർത്ത് അരയ്ക്കുന്നു. കപ്പൽ ചൊറുക്കിന് എന്ന വിഹയും പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ണിലെ തിളക്കം എന്നോട് പറയുന്നത് ഇത് മറ്റു ചില ശാരീരികമല്ലാത്ത എയിൽമെന്റ്സിനും ക്യൂറാണ്. ഹൃദയവേദന, നാട്ടിലേക്കുള്ള കൊതി, അല്ലെങ്കിൽ അമിതമായ ചിന്ത പോലെയുള്ളത്. അറബ് പാചകത്തിൽ സിട്രോൺ സാവറി ഡിഷസിലേക്ക് വഴിയൊരുക്കി. നേർപ്പിച്ചതായി സ്ലൈസ് ചെയ്ത് ഉപ്പിൽ സൂക്ഷിച്ച് കൊഴുപ്പുള്ള മാംസങ്ങളെ തെളിയിക്കാൻ സ്റ്റ്യൂവുകളിൽ ചേർത്തു. പഴയ പേർഷ്യൻ അടുക്കളകളിൽ ഇത് ചിലപ്പോൾ ഷെർബറ്റുകളിലും സിറപ്പിലും ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഡിഷിനെ ഒരു കെമിസ്ട്രി എക്സ്പെരിമെന്റ് ആക്കാതെ അതിന്റെ രുചികളെ ബാലൻസ് ചെയ്യാൻ ധൈര്യമുള്ള പാചകക്കാരൻ വേണമായിരുന്നു. ഇലകൾക്കും വിലയുണ്ടായിരുന്നു. ചില നാവികർ കീടങ്ങളെ അകറ്റാനോ അല്ലെങ്കിൽ സോഴ്സ് അനുസരിച്ച് മോറൽ വീക്ക്നെസ് തടയാനോ അവരുടെ ബൂട്ടുകളിൽ സിട്രോൺ ഇലകൾ വച്ചിരുന്നു. ഒരു സംശയാസ്പദമായ അവകാശമാണിത്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് അലക്സാൻഡ്രിയയിലൂടെ നടന്നിട്ടുള്ള ആർക്കെങ്കിലും അറിയാമെന്നതിനാൽ പറയാതെയില്ല. ഞാനിപ്പോൾ നഗരത്തിനു പുറത്തുള്ള ഒരു സിട്രസ് തോട്ടത്തിലൂടെ നടക്കുന്നു. ഈ നൂറ്റാണ്ടിനു വല്ല മുമ്പാണ് ഗ്രീക്ക് പണ്ഡിതരിവിടെ സഞ്ചരിച്ചിരുന്നതും റോമൻ എഴുത്തുകാർ ഈ പഴങ്ങളെ ക്യൂരിയോസിറ്റീസായി സീസറിന് അയച്ചിരുന്നതും. സിട്രോണുകൾ താണ് ഭാരത്തോടെ തൂങ്ങിക്കിടക്കുന്നു. അവയുടെ തൊലി അത്ര കട്ടിയാണൊന്നിനെ ഭിത്തിയിലെറിഞ്ഞാൽ തിരിച്ചു ചാടും. ഇവിടെ ക്ലിയോപാട്രയെക്കുറിച്ചൊരു കഥയുണ്ട്. അതത്ഭുതമല്ല. അവൾ തന്റെ ത്വക്കിന്റെ സൗന്ദര്യം നിലനിർത്താൻ സിട്രോൺ പേരുകളിട്ട സുഗന്ധമുള്ള വെള്ളത്തിൽ കുളിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് ഫലിച്ചോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും തർക്കിക്കുന്നു. പക്ഷേ അത് ദൈവികമായി മണക്കുന്നു. ഞാൻ അതേ സിട്രസ് സുഗന്ധമുള്ള വെള്ളം നിറഞ്ഞ അടുത്തുള്ള കല്ല് ബേസിനിൽ എന്റെ കൈകൾ മുക്കി കണ്ണുകളടച്ചു. സന്ധ്യയാകുമ്പോൾ തുറമുഖത്തിന് മുകളിലൂടെ നമസ്കാരത്തിന്റെ വിളി മുഴങ്ങുന്നു. കടൽക്കാക്കകളുടെ കരച്ചിലും നാണയങ്ങൾ എണ്ണുന്ന കച്ചവടക്കാരുടെ മൃദുലായ ചിരിയും
അതിനോട് ചേർന്ന് കലരുന്നു. ഒരു കുട്ടി ഷുഗർഡ് സിട്രോണിന്റെ ഒരു കഷണം സ്റ്റിക്കിൽ പിടിച്ചോടിപ്പോകുന്നു. അതൊരു വിലപ്പെട്ട ജുവൽ പോലെ നക്കിക്കൊണ്ട്. പെട്ടെന്നെനിക്ക് മനസ്സിലായി, ഈ പഴം മറക്കപ്പെട്ടതല്ല, തീർച്ചയായുമല്ല. അത് വെറുതെ മാറിപ്പോയി. വേഷം മാറി. നിങ്ങളുടെ അമ്മൂമ്മയുടെ ഫ്രൂട്ട് കേക്കിനുള്ളിലും നിങ്ങളുടെ ഫേവറേറ്റ് ലെമൺ ക്ലീനറിനുള്ളിലും ഒഴിഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ കടലിന്റെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും അരികിൽ അത് തന്റെ പോകിരാന്റെയും സ്ഥാനം നിലനിർത്തുന്നു. പുരാതനമായത്, സുഗന്ധമുള്ളത്, അത്ഭുതകരമായി വിചിത്രവുമായത്. നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് തിരിഞ്ഞ് സ്ക്രബും സേജ് ബ്രഷും വഴി കടന്ന് സിൽക്ക് റോഡ് നമ്മളെ സെൻട്രൽ ഏഷ്യ വഴി ഇപ്പോഴത്തെ കസാഖ്സ്ഥാന്റെ വിശാലമായ സ്റ്റെപ്സിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടുത്തെ കാറ്റിന് യജമാനനില്ല. അത് പുൽമേടുകളിലൂടെ കുതിക്കുന്നു, കൊടുമുടികളിലൂടെ വിളിച്ചു പറയുന്നു, കുതിരകളുടെ കാതുകളിൽ രഹസ്യങ്ങൾ മന്ത്രിക്കുന്നു. ഇത് നാടോടികളുടെ നാടാണ്. ഇന്ന് രാത്രി നമ്മുടെ പഴം ഒരു മരത്തിൽ വളരുന്നില്ല, അതൊരു വള്ളിയിൽ നിലത്തിനടുത്ത് ശാഠ്യക്കാരനും അതിൻ്റെ സ്വന്തം വരണ്ട രീതിയിൽ മധുരവുമായി വളരുന്നു. വൈൽഡ് റേസിനിന് നമസ്കാരം പറയൂ. അതെ, ഒരു റേസിൻ എന്നത് ഉണക്കിയ മുന്തിരിയാണ്. പക്ഷെ എന്നോടൊപ്പം നിൽക്കൂ, കാരണം ഇത് നിങ്ങൾ ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയിൽ ഒരു പാത്രത്തിൽ നിന്ന് മടിച്ചു കഴിക്കുന്ന തടിച്ച സ്വർണ്ണ നിറമുള്ള റേസിനല്ല. ഇത് വൈറ്റിസ് വിനിഫറ സെൽവസ്ട്രസ് ആണ്. ടേബിൾ ഗ്രേപ്സിൻ്റെയും വൈൻ ഗ്രേപ്സിൻ്റെയും പോരാട്ടകാരിയായ, പുരാതനമായ, പലപ്പോഴും അവഗണിക്കപ്പെട്ട പൂർവികൻ. ആയിരക്കണക്കിന് വർഷങ്ങളായി യുദ്ധനേതാക്കളെയും കാലാവസ്ഥയെയും കാട്ടുനായ്ക്കളെയും അതിജീവിച്ച ഒരു പഴം സാഡിൽ ബാഗുകളിലും സ്ക്രോൾ സാച്ചലുകളിലും സിൽക്ക് റോഡിലൂടെ നിശബ്ദമായി സഞ്ചരിച്ചു. ഇത് 10-ാം നൂറ്റാണ്ടാണ്. നമ്മൾ ഇലി നദിക്കരയിൽ ഒരു കസാഖ് ഇടയക്കുലത്തോടൊപ്പം ക്യാമ്പ് ചെയ്തിരിക്കുന്നു. അടുത്തായി പുളിപ്പിച്ച കുതിരപ്പാൽ കുമ്മിസ് തിളയ്ക്കുന്ന ഒരു പാത്രവും തോൾ റാക്കിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഉണക്കിയ ആട്ടിനിറച്ചി കഷ്ണങ്ങളുമുണ്ട്. ഒരാൺകുട്ടി ഒരു ലിനൻ ബൗച്ചിൽ ഇരുണ്ടതും ചുളിഞ്ഞതുമായ എന്തോ എനിക്ക് നേരെ നീട്ടുന്നു. അവ ഉണക്കമുന്തിരി പോലെ കാണുന്നു, അവ ഉണക്കമുന്തിരി പോലെ മണക്കുന്നു. പക്ഷെ ഞാൻ ഒന്ന് രുചിച്ചപ്പോൾ, ഓ, അതിൻ്റെ രുചി അതിൻ്റെ വെയിറ്റിനേക്കാൾ ഉയർന്നതാണ്. പുകയും പുളിയും സൂര്യതാപം കൊണ്ട് ചൂടാക്കിയ ഒരു വിചിത്രമായ ധാതുരുചിയോടെ. ഞാൻ മുമ്പ് രുചിച്ച ഒന്നിനോടും സാമ്യമില്ല. അത് അരിച്ചെടുത്ത സൂര്യപ്രകാശത്തിൻ്റെ രുചിയാണ്. ഇത് വരണ്ട പുല്ലിലൂടെയും കുളമ്പടികളിലൂടെയും അരിച്ചെടുത്ത സൂര്യപ്രകാശത്തിൻ്റെ രുചിയാണ്. കൃഷി ഒരു കാര്യമായി മാറുന്നതിന് വളരെ മുമ്പ് തന്നെ മധ്യേഷ്യയിൽ കാട്ടുമുന്തിരി ശേഖരിക്കപ്പെട്ടിരുന്നു. വ്യാപാര റൂട്ടുകളോ സുഗന്ധവ്യഞ്ജന ടാക്സുകളോ ഡിപ്ലോമാറ്റിക് വിവാഹങ്ങളോ ഉണ്ടാകുന്നതിന് വളരെ മുമ്പ് തന്നെ ഒരാൾ ഒരു നദിയുടെ വളവിൻ്റെ തണലിലിരുന്ന് ഈ ചെറിയ രുചിബോംബുകളുടെ ഒരു കൂട്ടം പറിച്ചെടുത്തതിന് ശേഷം പറഞ്ഞിട്ടുണ്ടാകും, ഇത് നടക്കുന്നതിനെ വിലമതിക്കുന്നതാക്കുന്നു. ഈ പ്രദേശത്ത് മുന്തിരിവള്ളികൾ എപ്പോഴാണ് കൃഷി ചെയ്യാൻ തുടങ്ങിയതെന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും ഡിബേറ്റ് ചെയ്യുന്നു. ചിലർ പറയുന്നത് അത് മെസപ്പൊട്ടേമിയാണെന്നാണ്, മറ്റു ചിലർ കോക്കസ് ആണെന്ന് വാദിക്കുന്നു. പക്ഷെ മധ്യേഷ്യ ഒരു നിർണായക മധ്യബിന്ദുവായിരുന്നു. വള്ളികൾക്ക് മാത്രമല്ല, ഉണക്കുന്നതിനും. സ്റ്റെപ്പ് സൂര്യൻ, കുറഞ്ഞ ഈർപ്പം, കൊണ്ടുപോകാവുന്ന ടെൻറ്റുകൾ, നശിക്കുന്ന പഴങ്ങളെ കൊണ്ടുപോകാവുന്ന നിധിയാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിരുന്നു. ഇതാ നിങ്ങളുടെ വിചിത്രമായ കുറിപ്പ്. മംഗോൾ യോദ്ധാക്കൾ പലപ്പോഴും യുദ്ധഭക്ഷണമായി ഉണക്കമുന്തിരി മില്ലറ്റുമോടൊപ്പം ജെർക്കി കഷ്ണങ്ങളും കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഈ കോമ്പിനേഷൻ ഒരു ബെറ്റ് നഷ്ടപ്പെട്ട ആൾ കണ്ടുപിടിച്ച ട്രെയിൽ മിക്സ് പോലെ കേൾക്കുന്നു. പക്ഷേ അത് വർക്ക് ചെയ്തു. പസഫിക്കിൽ നിന്ന് ഡാന്യൂബ് വരെ വ്യാപിച്ചു നിന്ന ആർമികളെ അത് ഊർജം നൽകി. മധ്യേഷ്യയിലെ യൂർട്ടുകളിൽ ഉണക്കമുന്തിരി ചൂടുവെള്ളത്തിൽ മുക്കി ഒരുതരം പുളിച്ച ടീ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പൊടിച്ച് പാൽ കട്ടിയുടെ കൂടെ കൂട്ടി ഒരുതരം ഡെസേർട്ട് ആയി ഉപയോഗിക്കുകയോ ചെയ്തിരുന്നു. അവ പിലാഫിൽ ചേർത്തു, മെഡിസിനൽ പോൾട്ടിസുകളിൽ ഉപയോഗിച്ചു. ചിലപ്പോൾ ശുഭകരമായ ഭാഗ്യത്തിന് വിവാഹ വസ്ത്രങ്ങളിലും വെച്ചിരുന്നു. ഒരു പഴയ വിശ്വാസമനുസരിച്ച് ശീതകാലായനാന്തത്തിൽ ഉണക്കമുന്തിരി സമ്മാനിച്ചാൽ ഫലപ്രദമായ വസന്തകാലം ഉറപ്പിക്കുമെന്ന് കരുതിയിരുന്നു. എന്നാൽ ആ തിയറി എങ്ങനെ ടെസ്റ്റ് ചെയ്തു എന്ന് ചരിത്രകാരന്മാർക്ക് കൃത്യമായി അറിയില്ല. നാം ഇപ്പോൾ ഉണങ്ങിയ കുതിരച്ചാണകം ഉപയോഗിച്ചുണ്ടാക്കിയ തീയിനു ചുറ്റും ഇരിക്കുന്നു. അത് അത്ഭുതകരമായ ചൂടോടെ പൊട്ടിത്തെറിക്കുന്നു. മുകളിലെ നക്ഷത്രങ്ങൾ ഇത്രയും അടുത്തായി തോന്നുന്നു. ഒരു നക്ഷത്രം സ്റ്റ്യൂ പോട്ടിലേക്ക് വീഴുമെന്ന് ഞാൻ പാതി പ്രതീക്ഷിക്കുന്നു. നീണ്ട മുടിയുള്ള ഒരു സ്ത്രീ എനിക്ക് ആട്ടിൻ ചീസും ഉണക്കമുന്തിരിയും നിറഞ്ഞ ഒരു ഫ്ലാറ്റ് ബ്രെഡ് തരുന്നു. മധുരം ഏറ്റവും അപ്രതീക്ഷിതമായ രീതിയിൽ ഉപ്പിൻ്റെ രുചിയെ മുറിക്കുന്നു. ദിവസം മുഴുവൻ കാട്ടി ചവച്ച് ക്ഷീണിച്ച് എൻ്റെ വാ വിശ്രമിക്കുന്നു. സഞ്ചരിക്കുന്ന ഒരു ഹീലർ നമ്മോട് പറയുന്നു, കാട്ടിലെ റേസിൻ തൊണ്ടവേദനയ്ക്കും കോവാർഡ്സ് ബ്രത്തിനും, ഞാനിതിനെക്കുറിച്ച് ചോദിക്കാൻ തീരുമാനിക്കാത്ത ഒരു പ്രയോഗം, നല്ലതാണെന്ന്. റേസിനിൻ്റെ ആകൃതി പവിത്ര ജാമിതി ഉൾക്കൊള്ളുന്നുവെന്നും പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരെണ്ണം ചവച്ചാൽ അതിൻ്റെ റീച്ച് വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം ക്ലെയിം ചെയ്യുന്നു. ഞാൻ 2 ചവയ്ക്കുന്നു, ജസ്റ്റ് ഇൻ കേസ്.
ഇലിയൻ മുന്തിരിവള്ളികൾ പാറക്കെട്ടുകളോട് ചേർന്ന് പിന്നിപ്പിണഞ്ഞു വളരുന്നു. ശക്തമായതും കമ്പി പോലെയുമുള്ളതും അവയുടെ പഴങ്ങൾ അത്ര ചെറുതാണ്, നിങ്ങൾ നോക്കിയില്ലെങ്കിൽ കാണില്ല. എന്നിട്ടും എല്ലാ വർഷവും ആരോ അവ ശേഖരിക്കുന്നു, സൂര്യനിൽ ഉണക്കുന്നു, മറ്റുള്ളവർക്ക് കൈമാറുന്നു. ആകർഷകമല്ല, ശബ്ദമുണ്ടാക്കുന്നില്ല, പക്ഷെ വിശ്വസനീയമാണ്. നാം ഇപ്പോൾ തുറന്ന ആകാശത്തിന് കീഴിൽ ഒരു ഫെൽറ്റ് മാറ്റിൽ കിടക്കുന്നു. കാറ്റിപ്പോൾ ശാന്തമായിരിക്കുന്നു, രാത്രിയുടെ അടിയിൽ ചുരുണ്ടുകിടക്കുന്ന നായെപ്പോലെ. എവിടെയോ ദൂരെ ഒരു കൂട്ടം മൃഗങ്ങളുടെ മണി ഒരു തവണ മുഴങ്ങുന്നു, പിന്നെ നിശബ്ദമാകുന്നു. ഞാൻ അവസാനത്തെ ഉണക്കമുന്തിരി പതുക്കെ ചവച്ചരയ്ക്കുന്നു. അത് തിളങ്ങുകയോ പാടുകയോ ചെയ്യുന്നില്ല, പക്ഷേ അത് എന്നോടൊപ്പം നിൽക്കുന്നു. ചരിത്രത്തിൽ പൊതിഞ്ഞുകിടക്കുന്ന ഒരു ചെറിയ ഊർജ്ജസ്പന്ദനം ഇവിടെ എത്തിച്ച കുളമ്പുകളെപ്പോലെ കാലത്തിൽ നിശബ്ദമായി നീങ്ങുന്നു. നാം അവസാനമായി ഒരിക്കൽ കൂടി തെക്കോട്ട് യാത്ര ചെയ്യുന്നു. കാറ്റുള്ള സ്റ്റെപ്പ് പ്രദേശത്തിൽ നിന്ന് പുരാതന ബംഗാളിൻ്റെ ചൂടും നനവുമുള്ള ആലിംഗനത്തിലേക്ക്. പച്ചപ്പ് നിറഞ്ഞ നദികൾ കോർത്തിണക്കിയ ജീവനാൽ തുടിക്കുന്ന നാട്. ഇത് പൊടിയുടെയോ കല്ലിൻ്റെയോ നാടല്ല. ഇത് ചെളിയുടെയും മാംഗോ തോപ്പുകളുടെയും മൺസൂൺ സ്വപ്നങ്ങളുടെയും മാർക്കറ്റ് ബാസ്ക്കറ്റ്സിൽ നിന്ന് ചാടിക്കളിക്കുന്ന മത്സ്യങ്ങളുടെയും നാടാണ്. ഇവിടെ സിൽക്ക് റോഡിൻ്റെ ഏറ്റവും ദൂരെയുള്ള പച്ചപ്പ് നിറഞ്ഞ അതിർത്തിയിൽ നമ്മൾ നമ്മുടെ അവസാന പഴം കണ്ടെത്തുന്നു, ജാമൂൺ. ബ്ലാക്ക് പ്ലം, ജാവ പ്ലം അല്ലെങ്കിൽ സിസിജിയം കുമിനി എന്നും വിളിക്കപ്പെടുന്ന ജാമൂൺ വൈരുദ്ധ്യങ്ങളുടെ പഴമാണ്. മിനുക്കിയ ബൂട്ട് പോലെ തിളങ്ങുന്ന, അതിപക്വമായ പീച്ച് പോലെ മൃദുവായ, കുട്ടിക്കാല കുസൃതി പോലെ പുളിയും നല്ല ഉദ്ദേശത്തോടെ പറയുന്ന കള്ളം പോലെ മധുരവുമാണിത്. ഇന്നു രാത്രി നാം ഗംഗാനദിയെ നോക്കിയുള്ള ഒരു ഇഷ്ടിക ലെഡ്ജിലിരുന്ന് ഒരു നെയ്ത ബാസ്ക്കറ്റിൽ നിന്ന് ജാമൂൺ കഴിക്കുന്നു. ആകാശം സന്ധ്യയിലേക്ക് പർപ്പിൾ നിറമാകുന്നതുപോലെ നമ്മുടെ വിരലുകളും പർപ്പിൾ നിറമാകുന്നു. 13-ാം നൂറ്റാണ്ടാണ്. ബംഗാൾ വളരെ സമൃദ്ധമാണ്. രാജാക്കന്മാർ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നു, കവികൾ വെള്ളം പോലെ ഒഴുകുന്ന കവിതകൾ എഴുതുന്നു, അരി പട്ടുപോലെ ഒഴുകുന്നു. ഇവിടെ സിൽക്ക് റോഡ് ഒരു ഒറ്റപ്പാതയല്ല. ഇത് ചെളി നിറഞ്ഞ കാൽപ്പാതകളും നദീബോട്ടുകളും ഉപഭൂഖണ്ഡത്തെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ബന്ധിപ്പിക്കുന്ന വ്യാപാര ബാർജുകളും ഉൾപ്പെടുന്ന ഒരു നെറ്റ്വർക്കാണ്. ഏകദേശം എല്ലാ ബോട്ടുകളിലും നെയ്യ് കുപ്പികൾക്കും നീലനിറമുള്ള തുണിച്ചുരുളുകൾക്കുമിടയിൽ എവിടെയോക്ക് ജാമൂൺ കാണാം. പച്ചയായി ഈ ഫ്രൂട്ട് നന്നായി ട്രാവൽ ചെയ്യാത്തതിനാൽ നാട്ടുകാർ അത് ഉണക്കിയോ പിക്കിൾ ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ വിത്തുകൾ പൊടിച്ച് പൗഡറാക്കുകയോ ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു ഉണക്കിയ കഷ്ണം ട്രൈ ചെയ്യുന്നു. തോലുപോലെ മൂർച്ചയുള്ള, വിചിത്രമായ പൂമണമുള്ള, വഴിതെറ്റിയ പെർഫ്യൂം കഴിക്കുന്നതുപോലെ. കടന്നുപോകുന്ന ഒരു ആൺകുട്ടി അഭിമാനത്തോടെ എന്നോട് പറയുന്നു, ജാമൂൺ നിങ്ങളുടെ നാവിനെ പർപ്പിൾ നിറമാക്കും, അതുകൊണ്ട് നിങ്ങളത് കഴിച്ചുവെന്ന് എല്ലാവർക്കും അറിയാം. ഒളിക്കാൻ പറ്റില്ല എന്നവൻ ചിരിക്കുന്നു. അവൻ്റെ ചുണ്ടുകൾ ഇതിനകം തന്നെ മഷി പോലെ നിറം പിടിച്ചിരിക്കുന്നു. ജാമൂൺ മരങ്ങൾ ഉയരത്തിലും വീതിയിലും വളരുന്നു. അതിൻ്റെ തൊലി പഴയ പാർച്ച്മെൻ്റ് പോലെ പൊളിയുന്നു. വേരുകൾ ബംഗാളിൻ്റെ ഫലപുഷ്ടിയായ ആശയക്കുഴപ്പത്തിലേക്ക് ആഴത്തിലിറങ്ങുന്നു. ഈ ഫ്രൂട്ട് വേനൽക്കാലത്താണ് പഴുക്കുന്നത്. വർഷത്തിൻ്റെ ഏറ്റവും നനവും ശബ്ദമുള്ള കാലഘട്ടത്തിൽ തവളകൾ അർദ്ധരാത്രിയിൽ പാടുകയും മണ്ണിന് വെച്ച അരിയുടെ മണമുണ്ടാവുകയും ചെയ്യുന്ന സമയത്ത്. പരമ്പരാഗത ആയുർവേദ ചികിത്സയിൽ ജാമ്പഴം വെച്ച് ലിവർ കൂൾ ചെയ്യാനും രക്തത്തെ ശാന്തമാക്കാനുമുള്ള കഴിവിന് വിലമതിക്കപ്പെട്ടിരുന്നു. ഇതിൻ്റെ വിത്തുകൾ പൊടിച്ച് പ്രമേഹം ചികിത്സിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ ഇന്നും ഈ രീതി ഉപയോഗിക്കുന്നു. ഈ പഴം ശരിക്കും രക്തത്തിലെ പഞ്ചസാര സന്തുലിതമാക്കുന്നോ അതോ നിങ്ങളുടെ മധുരഭ്രമത്തിന് ശിക്ഷ പോലെ മാത്രം രുചിക്കുന്നോ എന്നത് സ്കോളേഴ്സ് ഇപ്പോഴും ഡിബേറ്റ് ചെയ്യുന്നു. ഒരു കൊർക്കിയായ കാര്യമിതാണ്. ഒരിക്കൽ ചെമ്പ് കാൽത്തളകൾ ധരിച്ച് ഇടിമിന്നലുണ്ടാകുമ്പോൾ ജാമ്പഴം കഴിച്ചാൽ ദുസ്വപ്നങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്ന് വിശ്വസിച്ചിരുന്നു. നിങ്ങൾക്ക് പർപ്പിൾ നിറമുള്ള വസ്ത്രങ്ങളും അപകടകരമായ കാലാവസ്ഥയിലെ പെരുമാറ്റവും ഇഷ്ടമല്ലെങ്കിൽ ഞാനിത് പരീക്ഷിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നാം ഒരു ഗ്രാമീണ ഷ്രൈൻ സന്ദർശിക്കുമ്പോൾ അവിടെ സ്ത്രീകൾ കല്ല് പീഠങ്ങളിൽ ചെറിയ ജാമൂൺ കൂമ്പാരങ്ങൾ വയ്ക്കുന്നു. പ്രാദേശിക ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വഴിപാടുകൾ. ശരിക്കും ദൈവങ്ങളല്ല, വെറും മരങ്ങളിൽ വസിക്കുന്നവർ.
അതിലൊരു ശാന്തമായ യുക്തിയുണ്ട്. മരം നിങ്ങളെ പോറ്റുന്നു, തണൽ നൽകുന്നു, കേൾക്കുന്നു. എന്തിന് തിരിച്ച് എന്തെങ്കിലും കൊടുക്കാതിരിക്കാൻ? ബംഗാളിലെ രാജകീയ അടുക്കളകളിൽ ജാമൂണിനെ വളരെ കുറച്ചു മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. വിലപിടിപ്പുള്ള വിരുന്നുകൾക്ക് വളരെ സാധാരണമായതിനാൽ. പക്ഷെ ചില സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർന്ന ചുട്നികൾക്ക് അല്ലെങ്കിൽ ചൂടിൽ കോർട്ടിലിരിക്കുന്നവർക്ക് കൊടുക്കുന്ന തണുത്ത പിക്കിളുകൾക്ക് പെർഫെക്റ്റായിരുന്നു. മുഗൾ കാലഘട്ടത്തിലെ ഒരു കുക്ക് ബുക്കിൽ ജാമൂൺ, ഉണക്കിയ റോസ് പെറ്റലുകൾ, ജീരകം, പൊടിച്ച ബദാം എന്നിവ ചേർന്ന ഒരു വിഭവം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് ഒന്നുകിൽ മെഡിസിനായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രാങ്കായിരുന്നു. ഇപ്പോൾ നമ്മൾ നദീതീരത്തെ ഒരു ടീ സ്റ്റോളിൽ ഇരിക്കുന്നു. അവിടെ വെൻഡർ എൻ്റെ കപ്പിലേക്ക് ഒരു ജാമൂൺ വിത്ത് ഇടുന്നു. അത് മെമ്മറി ആഡ് ചെയ്യും എന്ന്. ടീയുടെ രുചിയിൽ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. പക്ഷേ എനിക്ക് ആ ആശയം ഇഷ്ടമാണ്. മെമ്മറി ഒരു രുചി പോലെ പതുക്കെ അരിച്ചിറങ്ങുന്നു, നിങ്ങളെ കുറച്ചായി നിറം പിടിപ്പിക്കുന്നു. കുട്ടികൾ ചിരിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. ജാമൂൺ പഴങ്ങൾ മാർബിൾസ് പോലെ പരസ്പരം എറിയുന്നു. ഒരു വൃദ്ധൻ ആലിൻ്റെ ചുവട്ടിൽ ചാരിയിരുന്ന് ഒരു ജാമൂൺ പതുക്കെ ചവച്ചുകൊണ്ട് ചിന്തയിൽ മുഴുകുന്നു. ഇത് സ്വയം പ്രഖ്യാപിതമായ പഴമല്ല. ഇത് നിലനിൽക്കുന്നു, അത്ഭുതപ്പെടുത്തുന്നു, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളിലേക്ക് പതുക്കെ കടന്നുവരുന്നു. നൊസ്റ്റാൾജിയ പോലെ, അല്ലെങ്കിൽ മഴക്കാല മഞ്ഞുപോലെ, അല്ലെങ്കിൽ ഒരിക്കൽ വളരെ നാളുകൾക്ക് മുമ്പ് എന്ന് തുടങ്ങുന്ന ഒരു കഥ പോലെ. അങ്ങനെ സിൽക്ക് റോഡിലെ പഴങ്ങളുടെ കഥ പതുക്കെ അവസാനിക്കാൻ തുടങ്ങുന്നു. അത്തിപ്പഴ ശ്രൈനുകളിൽ നിന്ന് റെയ്സിൻ ചേർത്ത യാട്ടുകൾ വരെ, സ്റ്റാർ ഫ്രൂട്ട് ക്യാൻഡികൾ മുതൽ ഫെർമെൻറ്റഡ് ഡേറ്റ് സ്റ്റൂകൾ വരെ, ഈ മറക്കപ്പെട്ട യാത്രികർ ഒരിക്കൽ വയറുകളെ മാത്രമല്ല പോഷിപ്പിച്ചത്, അവർ ഓർമ്മകൾ, ആചാരങ്ങൾ, തമാശകൾ, കൊതി എന്നിവയെ പോഷിപ്പിച്ചു. അവർ സാമ്രാജ്യങ്ങളിലൂടെ മന്ത്രിച്ചു, സാവകാശമുള്ള യാത്രകളെ മധുരിപ്പിച്ചു, മൂർച്ചയേറിയ പാതകളെ മൃദുലമാക്കി. പഴങ്ങൾ പോയി കാണാം, അവരുടെ തോപ്പുകൾ നിശബ്ദമായി, അവരുടെ വ്യാപാരികൾ മറക്കപ്പെട്ടു. പക്ഷേ രുചി അവശേഷിക്കുന്നു. കഥകളിൽ, മണ്ണിൽ, നമ്മളിൽ. അത് നിങ്ങളുടെ നാവിൽ നിലനിൽക്കട്ടെ. ഇപ്പോൾ പ്രിയ കേളവരെ, ഇന്നത്തെ യാത്രയുടെ അവസാനം ഒരു നന്നായി നടന്ന പാതയിലെ പൊടി പോലെ അടങ്ങുമ്പോൾ നിങ്ങൾ ഒഴുകിപ്പോകാൻ അനുവദിക്കൂ. തീ കുറഞ്ഞിരിക്കുന്നു. വ്യാപാരികൾ നിശബ്ദരായിരിക്കുന്നു. കൂടകൾ ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നു. തുണിയിൽ പൊതിഞ്ഞ ഒരു ചതഞ്ഞ അത്തിപ്പഴവും മറന്നുപോയ ഒരു കഷ്ണം മാംഗോയും ഒഴികെ. ആകാശത്ത് നക്ഷത്രങ്ങൾ മെല്ലെ മിന്നുന്നു. സ്ഥിരമായി ശല്യപ്പെടാതെ സിൽക്ക് റോഡ് ഉറങ്ങുന്നു. രാത്രിയുടെ ഭാരം നിങ്ങളുടെ മേൽ മെല്ലെ അമരുന്നത് അനുഭവിക്കൂ. ഒരു ഭാരമല്ല, മറിച്ച് ഒരു ബ്ലാങ്കറ്റ് പോലെ. നിങ്ങളുടെ ചിന്തകൾ പതുക്കെ മൃദുവായി മാറുന്നു. സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മൂർച്ചയുള്ള രുചി മധുരത്തിലേക്ക് മാറുന്നു. നിങ്ങളുടെ വിരലുകളിലെ ജാമൂണിൻ്റെ സ്റ്റിക്കി ഫീൽ മുളങ്കാട്ടിലൂടെ വീശുന്ന കാറ്റിൻ്റെ തണുപ്പായി മാറുന്നു. ഇന്ന് നാം സ്പർശിച്ച എല്ലാ പഴങ്ങളും ഒരടയാളം വിട്ടിരിക്കുന്നു. വായുവിലൊരു സുഗന്ധം, നിങ്ങളുടെ മനസ്സിലൊരു കഥ, ചരിത്രത്തിൻ്റെ മൂലകളിലെ ഒരു ചെറിയ മറന്നുപോയ മധുരം. വഴികൾ നിങ്ങൾക്കായി കാത്തിരിക്കും. അത്തിമരം നാളെയും അവിടെ ഉണ്ടാകും. ഇലകൾ കാറ്റിൽ വിറയ്ക്കുന്നു. സന്യാസി മറ്റൊരു ലോട്ടസ് കേക്ക് നൽകും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇടയൻ നിങ്ങൾക്ക് അവസാനത്തെ റേസിൻ തരും. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ യാത്ര താൽക്കാലികമായി നിർത്തിയിരിക്കുന്നു. അവസാനിച്ചില്ല. ജസ്റ്റ് റെസ്റ്റ് ചെയ്യുന്നു. വരണ്ട മണ്ണിൽ കാത്തിരിക്കുന്ന മാതള നാരങ്ങയുടെ വിത്തുപോലെ. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കൂ. രാത്രിയുടെ മൃദുലമായ ശബ്ദം നിങ്ങളെ കൊണ്ടുപോകട്ടെ. നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടുന്നു. നിങ്ങൾ ആധുനിക ലോകത്തിൻ്റെ നോയ്സിൽ നിന്ന് ദൂരെയാണ്. പഴയ പഴങ്ങളുടെയും പഴയ കഥകളുടെയും ക്വൈറ്റ് ക്രാക്കുകളിൽ അണഞ്ഞിരിക്കുന്നു. നന്നായി ഉറങ്ങൂ ട്രാവലർ. നമ്മൾ വേഗം കൂടുതൽ റോഡുകൾ ഒരുമിച്ച് സഞ്ചരിക്കും.